അസ്സലാമു അലൈക്കും. നമ്മളെ ഇബ്നു സാറ ഞാൻ കട്ട് വായിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പെണ്ണുങ്ങൾക്ക് സുന്നത്തല്യാണം നിർബന്ധമാണ് എന്ന് ഷാഫി മദബിലെ ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ കട്ട് വായിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്. ഞാനതിപ്പോൾ പറഞ്ഞുതരാം. കട്ട് വായിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് ഞാനിപ്പോൾ ആ പേജുകളുടെ കൃത്യമായിട്ട് അത് ടൈപ്പ് ചെയ്ത് കണ്ട് അയച്ചു തരാം. ഇതാ കേട്ടോട്ടോ, എന്നിട്ട് ഞാൻ അർത്ഥം വെച്ചും തരാം. ഇപ്പൊ ഞാൻ കട്ട് വായിച്ചു എന്നാണല്ലോ ഇബ്നു സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ കക്കാതൊന്ന് വായിച്ച. ഇനിയിപ്പോ ഞാൻ വായിച്ചെടുക്കുമ്പോ കട്ടാലും കട്ടില്ലെങ്കിലും ഞാൻ എന്ത് ചെയ്യുന്നു, വായിക്കുന്നതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പേജ് ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? വാട്സപ്പിൽ ഇതാ നമ്മളെ ഗ്രൂപ്പിൽ ഇതാ കിടക്കണ്. വായിച്ചോളിയും, മോളിൽ വായിച്ചോളിയും. ഞാനൊന്ന് വായിച്ചു തരാം സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. എന്താണല്ലോ, ഷാഫി മദബ് സ്വീകരിക്കൽ നിർബന്ധമാണെന്നല്ലേ ഇബ്നു സാറ പറഞ്ഞിട്ടുള്ളത് അല്ലേ? നാലാലൊരു മദബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇനിയിപ്പോ ഷാഫി മദബ് എന്ന് പറഞ്ഞാൽ ഇമ്മ ചാടി കടച്ചുകാണ്ട് ഒച്ചപ്പാടുണ്ടാക്കി കയ്യും കാലം തച്ചുകാണ്ട് എണ്ണക്കൊട്ടന്റെ വാലിൽ തല്ലിട്ടമാര് വളവളായ പറയണ്ട. അത് ഞാൻ വായിച്ചു തരാം. ഇതാ, അൽ ഖിതാനു വാജിബുൻ ഫർഉൻ കേട്ടോ, ഫർഉൻ അൽ ഖിതാനു വാജിബുൻ, സുന്നത്തല്യാണം കഴിക്കൽ നിർബന്ധമാണ്. അല റിജാലി വൻ നിസായി, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും മേൽ നിർബന്ധമാണ്. ഇന്ധന, നമ്മളുടെ അടുക്കൽ. ആരാ നമ്മൾ? ഷാഫി മദബുകാരെ. മനസ്സിലായില്ലേ? വബിഹി കാല കസീറൂന മിന സലഫി, സലഫിൽ നിന്നും വലിയൊരു വിഭാഗം ആളുകൾ അതാണ് പറഞ്ഞിട്ടുള്ളത്. കഥാ ഹക്കാഹുൽ ഖത്താബി, ഇമാ ഖത്താബി ഇത് ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. വമിമ്മൻ ഔജബു, നിർബന്ധമാക്കിയവരിൽപ്പെട്ടാണ് അഹമ്മദ്, ഇമാം അഹമ്മദ്. വക്കാല മാലിക്കും അബു ഹനീഫ, അബു ഹനീഫ ഇമാം മാലിക്കും പറഞ്ഞിരിക്കുന്നു സുന്നത്താണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഫി ഹക്കുൽ ജമി, എല്ലാവരുടെയും ഹക്കിൽ. ഇനിയില്ലേ, ഇനി ഇതിന്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കക്കാതൊന്ന് വായിച്ചിട്ടൊന്ന് അർത്ഥം വെച്ചാ ഇബ്നു സാറേ, കക്കാതൊന്ന് വായിച്ച അർത്ഥം വെച്ചാ. എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇബ്നു സാറിന്റെ ഉമ്മ, പെങ്ങള്, ഭാര്യ, പെൺകുട്ടികൾ ഇവരൊക്കെ സുന്നത്തെല്ലാം കഴിച്ചിക്കണോ എന്നുള്ള ചോദ്യത്തിന്റെ ബാക്കി കിടക്കുകയാണ്. കാരണം നിർബന്ധമുള്ള സുന്നത്തല്യാണം, നിർബന്ധമായ ഒരു കാര്യം ചെയ്യാതിരിക്കണ ഹറാമല്ലേ? ഇത് ഷർഹുൽ മദബ് എന്നാ വായിച്ച്. ഇനിട്ടോ റൗലീനി ഞാൻ വായിച്ചു തരാം. ഇതാ ഷാഫി മദബിലെ ഗ്രന്ഥ റൗല, അതും ഞാൻ ഇട്ടിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ. അൽ ഖിതാൻ വാജിബുൻ ഫി ഹഖിർ റിജാലി വൻ നിസാഇ, സുന്നത്തല്യാണം കഴിക്കൽ പുരുഷന്മാരുടെ ഹക്കിലും സ്ത്രീകളുടെ ഹക്കിലും നിർബന്ധമാണ്. നിർബന്ധാണ്, മനസ്സിലായല്ലേ? ഹക്ക് കാരണം അവരുടെ ബാധ്യതയാണ് കേട്ടോ. വക്കീല, ഒരു അഭിപ്രായമുണ്ട്, പറയപ്പെട്ടു. എന്ത്? സുന്നത്തും സുന്നത്താണ്. വക്കീല, ഒരു കീലുണ്ട്, പറയപ്പെട്ടു. എന്ത്? വാജിബും ഫിൽ റിജാലി സുന്നത്തും ഫിൽ മർഅത്തി, പുരുഷന്മാരിൽ നിർബന്ധമാണ്, സ്ത്രീകൾക്ക് സുന്നത്താണ്. എന്നാൽ വസ്സഹീഹുൽ മഅറൂഫു, അറിയപ്പെട്ട സഹിയായ അഭിപ്രായം എന്താണ്? ഹുവൽ അവ്വലു, നിർബന്ധമാണ് എന്നാണ്. മനസ്സിലായില്ലേ? ഇനി വായിക്കടോ, കക്കാതെ അങ്ങോട്ട് വായിച്ചോ. ഇപ്പൊ എന്താ, റൗദത്തു താലിബില് കൃത്യമായിട്ട് പറഞ്ഞു സ്ത്രീകൾക്കും നിർബന്ധമാണ്, പുരുഷന്മാർക്കും നിർബന്ധമാണ്. റൗലയിൽ നിന്നും വായിച്ചു, ഷറഹുൽ മദബ് മാത്രം. ഇനി ഞാൻ പട്ടിക്കാട് ഞങ്ങൾ ജാമിയാനൂരി പഠിക്കുന്ന കിതാബ് വായിച്ചു തരാം. മർക്കസിൽ കാരന്തൂരിൽ നിങ്ങൾ വായിക്കണത്, നന്ദിയിൽ ദാറുസലാമിൽ നിങ്ങൾ പഠിക്കണത് തുഹ്ഫ, ഇബ്നു ഹജറിന്റെ തുഹ്ഫ നോയിക്കോ. ഷാഫി മദബിലെ ഗ്രന്ഥാണ്. വയജിബു അയ്ളൻ, വീണ്ടും നിർബന്ധമാകും. ഖിതാനുൽ മർഅത്തി, പെണ്ണിന് സുന്നത്തല്യാണം കഴിക്കൽ. വറജുലി, പുരുഷനും. മനസ്സിലായില്ലേ? ഹൈസുലം യൂലദ മഖ്തൂനൈനി, അവർ പ്രസവത്തിൽ തന്നെ ഖിതാൻ ചെയ്യപ്പെട്ട് ജനിച്ചിട്ടില്ലെങ്കിൽ. മനസ്സിലാവുണ്ടോ? ലിഖൗലി തആല നിത്തബിയ മില്ലത ഇബ്രാഹിമ ഹനീഫ, സൂറത്തുൽ അഹ്ലിലെ 123 ആയത്തിലുണ്ടല്ലോ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ നീ പിന്തുടരണം, ചര്യ പിന്തുടരണം. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്തല്യാണം കഴിക്കൽ നിർബന്ധമാണ്. ഇബ്നു ഹജറിന്റെ തുഹ്ഫയിലാണുള്ളത്. ഞാൻ കട്ടിട്ടില്ല ഇബ്നു സാറെ, കക്കാത്ത കോലത്തിച്ചിട്ട് വായിച്ചർത്ഥം വെച്ചെടുത്ത ജനങ്ങൾക്ക്. മനസ്സിലായില്ലേ? സുന്നത്തല്യാണം കഴിക്കൽ നിർബന്ധമാണ് പെണ്ണിനും പുരുഷന്മാർക്കും. ഇനി ഞാൻ നിങ്ങൾ നിഹായിൽ നിന്ന് വായിച്ചു തരാം. എന്താ നിഹായിലുള്ളത്? സുന്നത്തല്യാണം കഴിക്കൽ നിർബന്ധമാണ്, പുരുഷനും സ്ത്രീക്കും നിർബന്ധമാണ്. ഇല്ലം യക്കൂന മഖ്തൂനൈനി, മനസ്സിലായില്ലേ? അവർ രണ്ടാളും ഖിതാൻ ചെയ്ത് ജനിച്ചിട്ടില്ല എങ്കിൽ കേട്ടോ നിർബന്ധമാണ്. എവിടെയുള്ളത്? നിഹായില്. മനസ്സിലായില്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് ബുജൈരിമി വായിച്ച് കാണിച്ചു തരാം. ബുജൈരിമിയിൽ എന്താ ഉള്ളത്? യജിബു ഖത്നു മുകല്ലഫിൻ മുത്രീഖിൻ റജുലിൻ ബിഖത്ഇൻ ജബി ഖത്ഇ ജമീ ഖുൽഫത്തിൻ എന്നിട്ട് പറഞ്ഞവരാണ് വംറഅത്തിൻ കേട്ടോ. ബുജൈരിമിയിൽ പറയുന്നത് എന്താ അറിയോ? യജിബു ഖത്നു മുകല്ലഫിൻ, മുകല്ലഫ് പ്രായപൂർത്തിയും ബുദ്ധിയുള്ള ആൾക്ക് ഖിതാൻ ചെയ്യൽ നിർബന്ധമാണ്. വ മിഥ്ലു, അവനെ പോലെ തന്നെയാണ്. അസ്സക്രാനു, മസ്തായവനും. എന്നിട്ട് പറയാണ് മുത്രീഖിൻ ലഹു, എന്തിന്? ഖിതാനിന് സാധിക്കുന്നവർക്ക്, റജുലിൻ പുരുഷന് കേട്ടോ. ബി ഖത്ഇ ജമീ ഖുൽഫത്തി, അവന്റെ കുൽഫയെ മൊത്തം മുറിക്കൽ കൊണ്ട്. കുൽഫ എന്ന് പറഞ്ഞാൽ ലിംഗാഗ്ര ചർമ്മം മുഴുവൻ മുറിക്കൽ കൊണ്ട്.
വയ്യമാ യുഗത്തി ഹഷ്ഫതഹു, അവന്റെ ഹഷ്ഫയെ മൂടുന്നതാണ് കുൽഫ എന്ന് പറഞ്ഞാൽ അത് ഇബ്നു സാറക്ക് തിരിയും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വംറഅത്തിൻ, പെണ്ണിനും നിർബന്ധമാണ്. ബാക്കി ഞാൻ വായിക്കണില്ല, ബാക്കി ഇബ്നു സാറ വായിച്ചോളും. എങ്ങനെയാണ് പെണ്ണിന് ഖിത്താൻ നിർബന്ധമാകുക, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ബാക്കി പറയുന്നത്. അത് ഇബ്നു സാറിന്റെ വായിക്കും, കാരണം ഞാൻ വായിക്കുമ്പോ കക്കുവല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ ബുജൈരിമിയിൽ നിന്ന്, നിഹായിൽ നിന്ന്, തുഹ്ഫയിൽ നിന്ന്, റൗളയിൽ നിന്ന്, ശറഉൽ മുഅദ്ദബിൽ നിന്ന് കഥ കഴിഞ്ഞില്ലേ ചങ്ങായിമാരെ? ഞാൻ കട്ട് വായിച്ചു, മൂപ്പര ഇന്ന് തടി വട്ടാക്കാൻ വേണ്ടി ആൾക്കാരുടെ ഇടയിൽ ഞാൻ കട്ടു എന്ന് പറഞ്ഞ പിന്നെ കഥ കഴിഞ്ഞല്ലോ. ഇതാ ആ പേജുകൾ അവിടെ മുകളിലിട്ടത്, നീ കക്കാതങ്ങൾ വായിച്ചൊന്ന് അർത്ഥം വെച്ചാണ് കിതാബിലെ മൗലന്മാരുണ്ടല്ലോ ഇതില്. എന്താണെന്നറിയോ? മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണെന്ന് പറയാൻ അതിന് തെളിവെന്താന്ന് സമീർ ചോദിച്ചു, അഡ്മിൻ ചോദിച്ചു. അതിനൊരു മറുപടിയിൽ അതിൽ ക്ലോണിങ്ങും ഗർഭാശയം വാടകയ്ക്ക് കൊടുക്കണമൊക്കെ പറഞ്ഞ് പുട്ടൂസ് അടിച്ചു കണ്ട് തടി വട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴാണ് ഞാൻ കഴുത്തിലേക്ക് ഒരു ചെങ്ങലുണ്ട് ഇട്ട് കൊടുത്തത്. ആ ചെങ്ങല കഴുത്തിൽ മുറുകി. ഇപ്പൊ എന്താ പറഞ്ഞത്? കട്ട് വായിച്ചു. ഞാൻ കട്ട് വായിച്ചിട്ടുണ്ട് ഇത്രേ. കക്കാതെ വായിച്ച് അർത്ഥം വെച്ചെടുക്കണോ ജനങ്ങൾക്ക്? പച്ച നോണ പറയാ. അതാണ് ഞാൻ പറഞ്ഞത്. സാറിന്റെ മോനായതുകൊണ്ടാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. സാറിന്റെ മോനായതുകൊണ്ടാണ് ഈ ഭാഷ ഉപയോഗിക്കുന്നത്. ഈ കട്ട് വായിച്ചു എന്നാണ് പച്ച നോണ പറയാ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഷാഫി മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണെന്നാണല്ലോ പറയുന്നത്. എങ്കിൽ പറയൂ, സ്ത്രീകൾക്ക് സുന്നത്തല്യാണം കഴിക്കൽ നിർബന്ധമാണെന്ന് നിങ്ങളുടെ ശറഉൽ മുഅദ്ദബിൽ നിന്ന് ഞാൻ വായിച്ചു, ബുജൈരിമിൽ നിന്ന് ഞാൻ വായിച്ചു, റൗളയിൽ നിന്ന് ഞാൻ വായിച്ചു, നിഹായിൽ നിന്ന് ഞാൻ വായിച്ചു, തുഹ്ഫയിൽ നിന്ന് ഞാൻ വായിച്ചു. ഇനി പറയൂ, നിങ്ങൾ അത് നിർബന്ധമാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് പ്രവർത്തിക്കുന്നുണ്ടോ? നിങ്ങളത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരും പെമ്മക്കളും ഒക്കെ ഹറാമിൽ തന്നെ നിലനിൽക്കുകയാണോ? നിർബന്ധമായത് ചെയ്യാതിരുന്നാൽ ഹറാമിന്റെ കുറ്റം കിട്ടൂലേ? പറയും നിങ്ങൾ മറുപടി, അല്ലേ? എന്നിട്ട് ഒരുത്തം വന്നിട്ട് ഇവിടെ പറഞ്ഞത് ഞങ്ങൾ മറുപടി ഒന്നും പറയില്ല, ഞങ്ങളിപ്പോ അങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ് ഇങ്ങോട്ട്. ഞങ്ങൾക്കും മറുപടി പറയാൻ കഴിയൂലല്ലോ, അതുകൊണ്ടാണ് മറുപടി പറയാൻ കഴിയൂല. ഞാൻ ഈ സത്യാവസ്ഥ, നിങ്ങളെ മദ്ഹബിന്റെ ഉള്ളിലുള്ള സത്യാവസ്ഥ ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കാൻ തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നാലാലൊരു ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണെന്നുള്ള വാദപ്രതിവാദത്തിന് ആദ്യം ഒരു ദിവസം ഷാഫി ഇമാമിനെ തഖ്ലീദ് ചെയ്യൽ നിർബന്ധമാണെന്നുള്ളതിന് വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഉണ്ട്. ഇത് ഒരു ദിവസം നിങ്ങൾ പറഞ്ഞു. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതിന്റെ അപകടം മനസ്സിലായപ്പോൾ നിങ്ങൾ ഇത് മാറി. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു? നാലാലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാന്നുള്ളടത്ത് കൈ ശരി എന്നാ തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും അവിടെ വട്ടം കറങ്ങാ ചെയ്യണത്, മനസ്സിലായില്ലേ? നാലാലൊരു മദ്ഹബിനെ തഖ്ലീദ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരും ഭാര്യമാരും പെങ്ങന്മാരും പെമ്മക്കളും ഒക്കെ സുന്നത്തല്യാണം കഴിക്കൽ നിർബന്ധമാണെന്നാണല്ലോ നിങ്ങളുടെ ഷാഫി മദ്ഹബിലുള്ളത്. ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? എന്താ നിങ്ങൾക്കതിൽ പറയാനുള്ളത്? അത് നിർബന്ധമാണോ? സ്ത്രീകൾക്ക് സുന്നത്തല്യാണം കഴിക്കൽ നിർബന്ധമാണോ അല്ലേ? മറുപടി പറയണം. നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉമ്മമാരും പെങ്ങന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അവര് ഹറാമിൽ തന്നെ അല്ലേ നിലനിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മദ്ഹബ് നിങ്ങളല്ലേ ചവിട്ടിപ്പൊളിച്ചത്? മറുപടി പറഞ്ഞോളിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷമിക്കുക, ജോലി കഴിഞ്ഞ് ഇപ്പം എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഖിത്താനാണ്, അഥവാ ചേലാകർമ്മം. നമ്മുടെ മൗലവി സാധാരണഗതിയിൽ നുണ പറയുന്നയാളാണ്, പച്ച കളവ് പറയുന്നയാളാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെടുകയാണ്. എന്താണത്? നമ്മൾ ഷാഫി മദ്ഹബുകാർ, മദ്ഹബ് ഫോളോ ചെയ്യുന്നവരാണ്. എന്നാൽ ഈ മൗലവി സാഹിബ് അദ്ദേഹത്തിന്റെ അനുയായികളും അഹ്ലെ ഹദീസുകാരാണ്. മദ്ഹബൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ലാ മദ്ഹബിയായി ഹദീസിൽ നിന്ന് ഹദീസ് അനുസരിച്ച് അമലെടുക്കുന്നവരാണ്. പല വിഷയങ്ങളിലും നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു. ഇപ്പൊ ഉദാഹരണമായി നമ്മുടെ പറമ്പിന്റെ അരികത്ത് വളരുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന്റെ ഒരു വേര് മറ്റൊരു പറമ്പിലേക്ക് പോവുകയും അവിടെ നിന്ന് മറ്റൊരു ചൈൽഡ് മരം ഉണ്ടാവുകയും കുട്ടിത്തടി ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ അതിന്റെ വിധികൾ എന്ത്? അതുപോലെ വാടക ഗർഭപാത്രത്തിന്റെ വിധി എന്ത്? ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ വിധി എന്ത്? അതുപോലെ അവയവദാനത്തിന്റെ വിധി എന്ത്? രക്തദാനത്തിന്റെ വിധി എന്ത്? എന്നൊക്കെ നമ്മൾ പല രൂപത്തിലും പല കോലത്തിലും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മൗലവിക്ക് മിണ്ടാട്ടമില്ല എന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതുകൊണ്ട് തന്നെ മദ്ഹബ് അനിവാര്യമാണ്, മദ്ഹബില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് നിസ്സാരമായ സംഭവങ്ങളിലൂടെ നമുക്ക് സുതരാം ബോധ്യമാകും. ആധുനികമായ പല പ്രശ്നങ്ങളും ക്രയവിക്രയങ്ങളിലും മറ്റും സംഭവിക്കുന്ന, ചികിത്സാ രംഗത്ത് നടക്കുന്ന, ബിസിനസ് രംഗത്ത് നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ മദ്ഹബ് മാത്രമാണ് പോംവഴിയും പ്രതിവിധിയും. മദ്ഹബിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു ഇസ്ലാം ഇല്ല.
അതുകൊണ്ട് തന്നെയാണ് മദ്ഹബ് ഫോളോ ചെയ്യാത്തവൻ ളാല്ലും മുദല്ലുമാണ് എന്ന് ഇമാം സ്വാവി റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ മൗലവി പറയുന്നത് എന്താണ്? നിങ്ങൾ ഷാഫി മദ്ഹബുകാരാണെന്ന് പറയുന്നു, എന്നാൽ ഷാഫി മദ്ഹബ് പറയുന്നതൊന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഖിത്താൻ. ഖിത്താൻ നിർബന്ധമാണ് എന്ന് ഷാഫി മദ്ഹബ് പറയുന്നു, എന്നാൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല. പച്ച നുണ പറയാ. ആര് പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞോ നിർബന്ധമില്ലാന്ന്? എവിടെ പറഞ്ഞു? ഷാഫി മദ്ഹബിൽ ഖിത്താൻ ചേലാക്രമം നിർബന്ധമാണ്. എന്നാ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് അയാൾ പറയുന്നു. ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ചെയ്യുന്നില്ല എന്ന്? ഞങ്ങൾ ചെയ്യുന്നില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹുൽ മുഹദ്ദബിൽ കൃത്യമായി പറയുന്നു. എന്താണ്? മൗലവി മൂടി വെച്ച് വായിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. വൽ അൽ ഖിത്താനു വാജിബുൻ അലൽ റിജാലി വൻ നിസാഇ. ഖിത്താൻ റിജാലിന്റെയും നിസാഇന്റെയും അഥവാ സ്ത്രീ പുരുഷന്മാരുടെ മേൽ നിർബന്ധമാണ്. ഇൻദന നമ്മുടെ അടുക്കൽ, മദ്ഹബിന്റെ മഹാന്മാരുടെ അടുക്കൽ, വബിഹി ഖാല കസീറൂന മിനസ് സലഫി, മുൻഗാമികളായ അധികരിച്ച പണ്ഡിതന്മാരും അത് പറഞ്ഞിട്ടുണ്ട്. കദാഹഖാഉൽ ഖത്താബിയു, ആ അഭിപ്രായത്തെ ഖത്താബി ഇമാം ഉദ്ധരിച്ചിരിക്കുന്നു. വമിമ്മൻ ഔജബഹു അഹ്മദു റളിയല്ലാഹു അൻഹു, ഖിത്താൻ നിർബന്ധമാണ് എന്ന് പറഞ്ഞവരിൽപ്പെട്ടവരാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. വഖാല മാലികുൻ വ അബൂ ഹനീഫ, മാലിക് റളിയല്ലാഹു അബൂ ഹനീഫ എന്നിവരും പറഞ്ഞു എന്താണ്? സുന്നത്തുൻ ഫീ ഹഖിൽ ജമീഇ വഹക്കാഉ റാഫിയു വജ്ഹൻ ലനാ. അപ്പൊ മാലിക്കും അബൂ ഹനീഫ എന്നവർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എല്ലാവർക്കും ഖിത്താൻ സുന്നത്താണെന്നവർ പറഞ്ഞു. എന്നിട്ടോ നമ്മുടെ മദ്ഹബിലെ ഒരു അഭിപ്രായമായ റാഫി ഇമാമും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഹക്കാഉ റാഫിയു വജ്ഹൻ ലനാ. ഇതൊന്നും പുള്ളി വായിച്ചിട്ടില്ല കേട്ടോ. വഹക്കാ വജ്ഹൻ സാലിസൻ, മൂന്നാമതൊരു വജ്ഹും റാഫി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണത്? അന്നഹു യജിബു അലർ റജുലി വസുന്നത്തും ഫിൽ മർഅതി വഹാദാനിൽ വജ്ഹാനി ഷാദാനി. മൂന്നാമതൊരു വജ്ഹും റാഫി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. പുരുഷന്മാർക്ക് നിർബന്ധവും സ്ത്രീകൾക്ക് സുന്നത്തുമാണ് എന്ന അഭിപ്രായത്തെ. ഉണ്ടോ? ആരാ റാഫി ഇമാം? നമ്മുടെ മദ്ഹബിലെ പ്രബലനാണ്. ശ്രദ്ധിക്കുക, നമ്മുടെ മദ്ഹബിലെ പ്രബലരായ രണ്ട് ഇമാമുമാരാണ് ഇമാം റാഫി റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇമാം നവവി റളിയല്ലാഹു അൻഹു. അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതെന്താണ്? വഹാദാനിൽ വജ്ഹാനി ഷാദാനി. അത് വളരെ പ്രശസ്തമല്ലാത്തൊരു അഭിപ്രായമാണ്. എങ്ങനെ? ഷാദായിട്ടുള്ള അഭിപ്രായമാണ്. എന്നാൽ വൽ മദ്ഹബു സ്വഹീഹുൽ മശ്ഹൂറു, മശ്ഹൂറായിട്ടുള്ള അഭിപ്രായമോ പ്രശസ്തമായിട്ടുള്ള അഭിപ്രായമോ അല്ലദീ നസ്വാലിഹി ശാഫിഈ റഹിമഹുല്ലാഹു വ ഖതഅ ബിഹിൽ ജംഹൂറു അന്നഹു വാജിബുൻ അലർ റിജാലി വൻ നിസാഇ. പ്രശസ്തമായ അഭിപ്രായം ഷാഫി റളിയല്ലാഹു അൻഹു വ്യക്തമായി പറഞ്ഞു, ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഖണ്ഡിതമായി പറഞ്ഞു. എന്താണ്? ഖിത്താൻ റിജാലിൻ നിസാഇന് നിർബന്ധമാണ് എന്നാണ്. അപ്പൊ പ്രശസ്ത എന്നതിന്റെ മുഖാബിലയായി വന്നിരിക്കുന്നത് എന്താണ്? ഷാദ് എന്നത്. അത് പ്രശസ്തമല്ലാത്തൊരു അഭിപ്രായമാണ്. അപ്പൊ മദ്ഹബിൽ രണ്ട് അഭിപ്രായമുണ്ട് എന്ന് ഈ ഇബാറത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഇത് മൗലവി മൂടി വെച്ചാണ് വായിച്ചത്. അപ്പോ നിർബന്ധമാണ് എന്നൊരു അഭിപ്രായമുണ്ട് മദ്ഹബിൽ. എന്നാൽ എന്തുണ്ട്? മറ്റൊരു അഭിപ്രായം എന്താണ്? പുരുഷന്മാർക്ക് നിർബന്ധവും സ്ത്രീകൾക്ക് സുന്നത്തുമാണ് എന്നാകുന്നു. അത് എവിടെ പറഞ്ഞു? ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു. അത് തന്നെയാണ് ഷാഫി മദ്ഹബിലെ പ്രബലനായ ഇമാം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം. അപ്പോ നിഹായയും ബുജൈരിമിയും തുഹ്ഫയും ഒക്കെ കണ്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? വഖീല വാജിബുൻ അലർ റജുലി വസുന്നത്തുൽ ലിന്നിസാഇ വനുഖില അൻ അക്സരിൽ ഉലമാഇ. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇത് ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. എന്താണ്? പുരുഷന്മാർക്ക് നിർബന്ധവും സ്ത്രീകൾക്ക് സുന്നത്തുമാണ് എന്ന്. മദ്ഹബിൽ രണ്ട് അഭിപ്രായം ഉള്ളത് വ്യക്തമായി മനസ്സിലായി അല്ലേ? നിങ്ങൾ നോക്ക്, നമ്മൾ ഹജ്ജിന് അല്ലെങ്കിൽ ഉംറക്കൊക്കെ പോകുമ്പോൾ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ തൊട്ടാൽ ഒന്നു മുറിയുമെന്ന് വ്യക്തമാണല്ലോ. നമ്മൾ ത്വവാഫ് ചെയ്യുന്ന വേളയിൽ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഒന്നു മുറിയും. അപ്പൊ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഷാഫി മദ്ഹബിൽ തന്നെ മറ്റൊരു അഭിപ്രായമാണ്, ഇങ്ങോട്ട് വന്ന് തൊട്ടവന്റെ ഒന്നു മുറിയൂ, തൊടപ്പെട്ടവന്റെ ഒന്നു മുറിയുകയില്ല. അപ്പൊ ആ നിലക്കൊന്ന് സൂക്ഷിച്ചാൽ അവിടെ അത് മതി എന്ന് മഹാന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഷാഫി മദ്ഹബിൽ. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അപ്പൊ എന്നതുപോലെ മദ്ഹബിൽ പല അഭിപ്രായങ്ങളും ഉണ്ടാകും. അതൊക്കെ മൂടി വെച്ചുകൊണ്ട് ഇതേ ഒരു അഭിപ്രായമുള്ളൂ എന്ന് പറഞ്ഞു നടക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല, അത് വഞ്ചനയാണ്. അപ്പൊ മൗലവി ഇവിടെ പറയുന്നത് എന്താ? ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ് എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്താ ചെയ്യാത്തത്? ചെയ്യുന്നില്ല എന്ന് മൗലവിക്ക് ഇവിടുന്ന് കിട്ടി. ആര് പറഞ്ഞു മൗലവി ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന്? മൗലവിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വല്ലതും ഉണ്ടോ? സ്ഥിതി വിവരക്കണക്കുണ്ടോ? പെണ്ണുങ്ങളുടെ മറച്ചു വെക്കുകയും പുരുഷന്മാരുടെ വെളിപ്പെടുത്തുകയും ചെയ്യണമെന്നതാണ് നമ്മുടെ മദ്ഹബിന്റെ താല്പര്യം. ഞങ്ങൾ അങ്ങനെയുള്ളവരാ. നിങ്ങൾ മുജാഹിദ് പെണ്ണുങ്ങളെ പോലെ നിങ്ങൾ പാവാടിടുന്ന കാര്യവും അതുപോലെ മാർക്കം കഴിക്കുന്ന കാര്യമൊക്കെ പുറത്ത് വിളിച്ചു പറയുന്ന സ്വഭാവമല്ല സുന്നികൾക്കുള്ളത്. മൗലവി സാഹിബേ,
മനസ്സിലായോ? ഞങ്ങളതൊക്കെ മറച്ചു വെക്കുന്നവരാ, ഞങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളോട് ആരാ പറഞ്ഞത്? അതെന്റെ ചോദ്യം. ഇനി ഞാൻ ചോദിക്കട്ടെ, മൗലവി മറുപടി പറയണം. നിങ്ങൾ ഖിത്താനെ കുറിച്ച് ഇവിടെ വളരെ വാതോരാതെ സംസാരിച്ചുവല്ലോ, വാചാലമായി സംസാരിച്ചുവല്ലോ. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാണുള്ളത്? ഖിത്താൻ സുന്നത്താണോ? ഖിത്താൻ നിർബന്ധമാണോ? ഖിത്താൻ കറാഹത്താണോ? ഖിത്താൻ ഖിലാഫുൽ ഔലയാണോ? നിങ്ങളുടെ അഭിപ്രായോ? നിങ്ങളുടെ മതത്തില് ഖിത്താന്റെ വിധി എന്താ മൗലവി? ഇങ്ങോട്ട് പറ. മദ്ഹബിനെ തള്ളിയവരല്ലേ നിങ്ങൾക്ക് ഹദീസ് അഹ്ലെ ഹദീസുകാരാണല്ലോ. എവിടെയാണത് പറഞ്ഞിട്ടുള്ളത് മൗലവി സാഹിബേ? അതുകൊണ്ട് മറുപടി ഇങ്ങോട്ട് പറയൂ. അപ്പൊ ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഖിത്താൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധം തന്നെ എന്നാകുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം പറഞ്ഞ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്താണ്? സുന്നത്താണ്, സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് നിർബന്ധമാണ്. അപ്പൊ രണ്ടഭിപ്രായം ഞങ്ങളുടെ മദ്ഹബിൽ ഉണ്ട്. അത് ആവശ്യമുള്ളവർക്ക് രണ്ട് രൂപത്തിലും ഫോളോ ചെയ്യാം, തകരാറില്ല എന്ന് വളരെ കൃത്യമാണത്. നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഞങ്ങളത് ചെയ്യുന്നില്ല? നിങ്ങൾക്ക് ഇവിടുന്നില്ല, അത് പച്ച നുണയാ. ഞങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ് തബാറക്കല്ലാഹ്. കഴിഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ സംവാദം നിർബന്ധമാണ്. പെണ്ണിന് സുന്നത്ത് കല്യാണം കഴിക്കൽ നിർബന്ധമാണ് എന്ന് നമ്മുടെ ഇബ്നു സാറ സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ നിർബന്ധമാണെന്നാണ് പറയുന്നത്. ഞങ്ങളിൽ വേറൊരു അഭിപ്രായം ഉണ്ട്, അപ്പൊ കുളിപ്പിച്ച് ശരിയാക്കി തരട്ടോ. പിന്നെ ഉപരെന്താ പറയുന്നത്? ഞങ്ങളെ തുണിയൊക്കെ പൊതിച്ചു നോക്കിക്കണോ? ഉമർ പൈസ ഞങ്ങളെ മുണ്ട് പൊക്കി നോക്കിക്കണോ എന്നല്ലേ ചോദിക്കണത്, അല്ലേ? അത് എങ്ങനെയെങ്കിലും ഞങ്ങൾ സുന്നത്ത് കഴിക്കണില്ല എന്ന് എങ്ങനെയെങ്കിലും പറയാന്നല്ലേ ചോദിച്ചത്? നിങ്ങളെ മുണ്ട് പൊന്തിച്ച് നോക്കിയത് ഞാൻ ഇപ്പൊ പറഞ്ഞു തരാം, ഇപ്പൊ ശരിയാക്കി തരാം. നിങ്ങളെ മുണ്ട് ഞാൻ പൊന്തിച്ച് നോക്കിയത് ആരാണെന്ന് ഇപ്പൊ അങ്ങക്ക് കാണിച്ചു തരട്ടോ. അടങ്ങി അവിടെ നിന്നോ. പിന്നെന്താ, ഞാൻ നോണ പറഞ്ഞു എന്നാ മൂപ്പര് പറഞ്ഞത് കഴിഞ്ഞ സംഭവത്തിലെ. നോണ പറഞ്ഞത് ആരാ? ഇബ്നു സാറേ നോണ പറഞ്ഞത്. ഇബ്നു സാർ എന്താ പറഞ്ഞത്? അശരി ഇമാമിന്റെ ത്വരീഖത്ത് ഞങ്ങൾ മൂപ്പര ശിഷ്യന്മാരുടെ കിതാബുകളിൽ നിന്നാണ് ഞങ്ങൾ പറയാറുള്ളത്, അശരി ഇമാമിന്റെ കിതാബ് എന്നല്ല. എന്നിട്ട് മൂപ്പര ആരെ കിതാബൊക്കെ വായിച്ചത്? മുർത്തല സുബൈദി. അശരി ഇമാം മരിച്ചിട്ട് 867 കൊല്ലം കഴിഞ്ഞ് ജനിച്ച ആളാണ് മൂപ്പര് ശിഷ്യനായി എണ്ണിയത്. അതുപോലെ നവവി ഇമാമിനെ അശരി ഇമാം മരണപ്പെട്ടിട്ട് 267 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളെ കിതാബ മൂപ്പര ശിഷ്യൻ എന്ന് പറഞ്ഞത്. അതുപോലെ റാസിന്റെ കിതാബ് അശരി ഇമാം മരണപ്പെട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളെയാണ് ഇമാം അശരിന്റെ ശിഷ്യന്മാര് എന്ന് പറഞ്ഞിട്ട് എണ്ണി. ഇമാം അശരിന്റെ ത്വരീഖത്ത് ഇമാം അശരിന്റെ കിതാബിലില്ല, മൂപ്പര ശിഷ്യന്മാരെ കിതാബിലുള്ളത്. ഒരു ശിഷ്യൻ 867 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ചത്, മറ്റേ ശിഷ്യൻ 267 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ചത്, വേറൊരു ശിഷ്യൻ 200 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ചത്. ഈ ആളെ കിതാബിൽ ഉള്ളതാണ് ഞങ്ങൾ പറയുന്നത്, ഇവരാണ് ശിഷ്യന്മാര് എന്ന പാച്ച നോണ വിളമ്പിയ ഈ വൃത്തികെട്ട യാതൊരു വിവരവുമില്ലാത്ത ജഹാലത്തിന് കയ്യും കാലും വെച്ച ഈ സാധനത്തിനെ ആണോ സഹോദരങ്ങളെ നിങ്ങൾ വീണ്ടും സംവാദത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്? അന്ന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ എന്റെ ക്ലിപ്പ് കട്ടുമുറിച്ചിട്ട് ഇയാള് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതാണ് വാദപ്രതിവാദം നിർത്തി ഓടേണ്ടി വന്നത്. അന്ന് ഈ കള്ളത്തരങ്ങൾ ഇമാം അശരിന്റെ ശിഷ്യന്മാരെന്നും പറഞ്ഞിട്ട് മുർത്തല സുബൈദി പോലുള്ളവരാണ് പറഞ്ഞപ്പോ അത് ഞാൻ കയ്യോടെ പിടികൂടിയപ്പോ എന്താ കാട്ടിയത്? ഞങ്ങൾ വാദപ്രതിവാദം നിർത്തി. ഞാൻ പിറ്റേന്ന് വാദപ്രതിവാദത്തിന് വന്നു നോക്കുമ്പോ ഞങ്ങൾ ഇന്നലെ നിർത്തിക്കണല്ലോ എന്നും പറഞ്ഞ് നിർത്തി വാദപ്രതിവാദം ഇട്ടോടിയ ആളുകളാണ് ഇന്ന് വലിയ കൊമ്പത്തരം പറയുന്നത്. നാണമുണ്ടോ ചങ്ങായിമാരെ നിങ്ങൾക്ക്? വാദപ്രതിവാദ വേദിയിൽ ലജ്ജിച്ച് തല താഴ്ത്തുന്നില്ലേ നിങ്ങളുടെ സഹോദരങ്ങൾ? പിന്നെന്താ പറഞ്ഞ്? ഷാഫി മദ്ഹബിൽ ഒരുപാട് അഭിപ്രായം ഉണ്ട്. അഭിപ്രായം ഒരുപാട് ഉണ്ടാകൂടോ, ഒരുപാട് എതിരഭിപ്രായം ഉണ്ടാകും. ആ എതിരഭിപ്രായത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടത് എന്താണെന്നും മദ്ഹബിൽ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ജമ്മുൽ ജവാമി പഠിച്ചോക്ക്. ഇമാം ഷാഫിയുടെ നസ്സിൽ നിന്ന് മുജ്തഹിദ് മുതലക്കിന്റെ നസ്സിൽ നിന്ന് മദ്ഹബിലെ മുജ്തഹിദ് വജ്ഹിനെ പുറപ്പെടുവിച്ച് ആ മദ്ഹബിലെ മുജ്തഹിദ് വജ്ഹിനെ പുറപ്പെടുവിച്ചതിനെ ഫത്വന്റെ മുജ്തഹിദ് തർജീഹാക്കിയിട്ടാണ് നിങ്ങൾ അമൽ ചെയ്യേണ്ടത്. നല്ല ചെങ്ങായിമാരെ, നിങ്ങൾ ഷാഫി മദ്ഹബിൽ പഠിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നീ പറഞ്ഞത് എന്താണ്? ഖിത്താൻ കഴിക്കൽ നിർബന്ധമാണ് എന്നും ഞങ്ങൾക്ക് വാദമുണ്ട്, സുന്നത്താണ് എന്നും വാദമുണ്ട്. ചോദിക്കട്ടെ, ഇമാം ഷാഫിയുടെ ഏത് നസ്സിൽ നിന്നാണ് ഈ ഖിത്താൻ കഴിക്കൽ സുന്നത്താണ് എന്നും നിർബന്ധമാണ് എന്നും രണ്ടും കൂടെയുള്ള നസ്സേതാ? ഇമാം ഷാഫിയുടെ നസ്സിൽ നിന്ന് മുജ്തഹിദ് മദ്ഹബ് വജ്ഹിനെ പുറപ്പെടുവിക്കും, അതിൽ നിന്ന് ഫത്വന്റെ മുജ്തഹിദ് തർജിയാക്കും. ഇമാം ഷാഫിന്റെ ഏത് നസ്സിൽ നിന്നാണ് മദ്ഹബിലെ മുജ്തഹിദ് വജ്ഹിനെ പുറപ്പെടുവിച്ചത്?
പഠിപ്പിച്ചത്. എന്ത് നിർബന്ധമാണ്, സുന്നത്തുമാണ് എന്നുള്ളതിന് പറ, തൊള്ളയില് നാവുണ്ടെങ്കിൽ വിളിച്ചു പറ. കിതാബ് ഓതി പഠിക്കാതെ തോന്നിയാസം പറഞ്ഞ് നടക്കുമ്പോ ഈ ജാതി പടലുപെടും. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇമാം നവവി റാഫിയും തമ്മിൽ ഒത്തതിനല്ലടോ മദ്ഹബിൽ അംഗീകരിക്കുന്നത്? അവര് രണ്ടാളും ഭിന്നിച്ചു കഴിഞ്ഞാൽ ഇമാം നവവിയല്ലടോ അംഗീകരിക്കുന്നത്? ഉംദ പോലും ഓതി നോക്കിയിട്ടില്ല. ഉംദന്റെ 1-ാം പേജ് നോക്ക്, ഇമാം നവവിയാണ് പരിഗണിക്കപ്പെടുന്നത്. ഉംദ തന്താവോളം ഓതിയാലും മന്ദൻ അന്താവൂല എന്ന് പറയുന്ന മന്ദനും മണ്ടൂസനുമാണ് ഇബ്നു സാറ. അദ്ദേഹം ഇപ്പൊ പറയാം മദ്ഹബിൽ പല അഭിപ്രായമുണ്ട്. മാത്രമല്ല, അദ്ദേഹം ഇവിടെ എന്താ ചെയ്തത്? ശറഹുൽ മുഹദ്ദബ് വായിക്കുക ചെയ്തത്. ശറഹുൽ മുഹദ്ദബ് ഹലാലായ ഭക്ഷണം തിന്നോദണം. ആ ശറഹുൽ മുഹദ്ദബിന്റെ 1-ാം ഭാഗം നോക്ക്, 1-ാമത്തെ പേജ് നോക്ക്, തുടക്കത്തിലേക്ക് പോയി നോക്ക്. എങ്ങനെയാണ് ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് തുടക്കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം നവവി പറയുന്നത് എന്താരോ, يعلم أن كتب المذهب فيها اختلاف شديد بين الأصحاب بحيث لا يسهل للمطالع وثوق بكون ما قاله مصنف منهم هو المذهب. കാരണം എന്താണ്? മദ്ഹബിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോ അതിൽ എന്താണ്, എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് വളരെ വ്യക്തമായി നമ്മൾ ഇവിടെ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലിഹാദാ ലാ തുറുഖു ഖൗലൻ, ഒരു വാക്കിനെ ഞാൻ ഒഴിവാക്കൂല, വലാ വജ്ഹൻ, ഒരു വജ്ഹിനെ ഞാൻ ഒഴിവാക്കുന്ന പ്രശ്നമില്ല എന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം, ഞാൻ ഈ ക്ലിപ്പ് ഇടാം പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം. ആരെങ്കിലും ഇതിൽ തെറ്റായ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ശക്തമായി തെറ്റാണെന്ന് ഞാൻ പറയും. വലൗകാനമിനൽ അഖാബിരി, അത് എത്ര വലിയ ആളുകളിൽ നിന്നാണെങ്കിലും ശരി, റാഫി ആണെങ്കിലും ശരി, അതിനപ്പുറമുള്ള ആളുകളാണെങ്കിലും ശരി, തെറ്റ് തെറ്റായിട്ട് ഞാൻ അവതരിപ്പിച്ചു തരും. ഞാൻ ഇങ്ങനെ തെറ്റിനെ കല്ലും മുള്ളും വേർതിരിക്കണം. എന്തിനറിയോ? ഇതിൽ വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇബ്നു സാറയെ പോലെയുള്ള കാട്ട് കള്ളന്മാർ വഞ്ചന നടത്തും. അദ്ദേഹം എന്താ പറഞ്ഞു? ഷാദായ ഒരു അഭിപ്രായമുണ്ട്, കീലുണ്ട്. എടോ, കീലിയും കാലിയും ഷാദുമായിട്ട് പേറി നടക്കണ്ട. ഇമാം നവവി പറഞ്ഞു കേട്ടോ. എന്നിട്ട് എന്താ? ഇമാം നവവിന്റെ ശറഹുൽ മുഹദ്ദബ് കാട്ട് വായിക്കുക. ഇമാം നവവി പറഞ്ഞ എന്താ അറിയോ? യജിബുൽ ഖിതാനു ലിഖൗലിഹി തആല, അല്ലാഹുവിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ സുന്നത്തലിയാണ് കഴിക്കൽ നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പറയാ, ഫൈൻ കാല, ആരെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ലാ ദലാലത ഫിൽ ആയത്തി അലാ വുജൂബിൽ ഖിതാൻ, ആയത്തിൽ ഖിതാൻ നിർബന്ധമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, മഹാനവറുകൾ പറയുന്നു, ഫൽ ജവാബു, അവർക്ക് മറുപടിയുണ്ട്, അന്നൽ ആയത്തു സ്വരീഹത്തുൻ ഫി ഇത്തിബാഇ ഫീമാ ഫഅലഹു വഅദാ യഖ്തദി ഈജാബ കുല്ലി ഫിഅലിൻ ഫഅലഹു ഇല്ലാ മാ ഖാല ദലീലുൻ അലാ അന്നഹു സുന്നത്തു ഫി അഖിദ. കണ്ടോ, ഈ ആയത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് നിർബന്ധമാണ് എന്ന്. സുന്നത്താവണമെങ്കിൽ അതിന് വേറെ തെളിവ് വേണം എന്ന് പറഞ്ഞ അദ്ദേഹം കൃത്യമായി നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്, അൽ ഖിതാനു വാജിബുൻ അലർ റിജാലി വന്നിസാഇ ഇൻദനാ. ഖിതാൻ നമുക്കും അതുപോലെ നമ്മുടെ മദ്ഹബിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഖിതാൻ നിർബന്ധമാണ് എന്നാരാ പറയുന്നത്? ഇമാം ശറഹുൽ മുഹദ്ദബിൽ ഇമാം നവവിയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞു സുന്നത്താണെന്ന് പറഞ്ഞവർക്ക് മറുപടി, വൽ ജവാബ്, സുന്നത്താണെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മറുപടിയും പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വൽ ഖിതാനു വാജിബുൻ അലർ റിജാലി വന്നിസാഇ ഇൻദനാ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി നോക്കോ, റൗളയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശാഫി മദ്ഹബിലെ ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും ആണിന് നിർബന്ധമാണെന്ന് പറഞ്ഞതിനോടൊപ്പം നിർബന്ധമാണെന്ന് പെണ്ണിനെ പറയാത്ത ഒരു ഗ്രന്ഥവുമില്ല. മാത്രമല്ല, തുടർന്ന് റൗളയിൽ പറയുന്നു, അൽ ഖിതാനു വാജിബുൻ ഫി ഹഖിർ റിജാലി വന്നിസാ, ഖിതാൻ സുന്നത്ത് കഴിക്കൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധമാണ്. അതുപോലെ തുഹ്ഫയിൽ കാണാം. ഒരു അപേക്ഷ ഉണ്ട്. ഞാനിപ്പോ ഇവിടെ എനിക്ക് തിരക്കുള്ളത് കൊണ്ട് എനിക്കിന്ന് പറയാനുള്ള 6 ക്ലിപ്പ് ഞാൻ ഇവിടെ പറഞ്ഞു പോവുകയാണ്. അതാ തുടർന്ന് പറയുന്നത് തുഹ്ഫയിൽ കാണാം. എന്താണ്? വയജിബു അയ്ളൻ ഖിതാനുൽ മർഅതി, സ്ത്രീകൾക്ക് നിർബന്ധമാണ് സുന്നത്ത് കഴിക്കൽ, വറജുലി, പുരുഷന്മാർക്കും നിർബന്ധമാണ്. അതുപോലെ നിഹായിലും കാണാം, യജിബു ഖിതാനുൽ ലിദക്കരി വഉൻസാ, സ്ത്രീക്കും പുരുഷനും സുന്നത്ത് കഴിക്കൽ നിർബന്ധമാണ് നിഹായിലും. ബുജൈരിമിയിലും കാണാം, വയജിബു ഖത്നു കുല്ലി മുകല്ലഫിൻ മുതീഖിൻ റജുലിൻ മിഖതി കുൽഫത്തിൻ വംറഅത്തിൻ. കണ്ടോ, ആണിനും പെണ്ണിനും സുന്നത്ത് കഴിക്കൽ നിർബന്ധമാണ്. ഖല്യൂബിയിൽ കാണാം, വയജിബു ഖിതാനു മിൻ ദക്കരിൻ വൽ ഉൻസാ, സ്ത്രീക്കും പുരുഷനും സുന്നത്ത് കഴിക്കൽ നിർബന്ധമാണ്. ഫാത്തുൽ മുഈനിലും കാണാം, വജബ ഖിതാനുൻ അൽ മർഅത വറജുല, സ്ത്രീക്കും പുരുഷനും സുന്നത്ത് കഴിക്കൽ നിർബന്ധമാണ്. അതുപോലെ മിൻഹാജു താലിബീനിൽ കാണാം, യജിബു ഖത്ന കുല്ലി മുകല്ലഫിൻ മുതീഖിൻ റജുലിൻ വംറഅത്തിൻ, സ്ത്രീക്കും പുരുഷനും സുന്നത്ത് കഴിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മുഖൈനിൽ ഖതീബ് ശിർബീനിയുടെ മുഗ്നിയിലും കാണാം, യജിബു ഖിതാൻ
ഖിതാനുൽ മർഅതി, സ്ത്രീക്ക് സുന്നത്തൈക്കൽ നിർബന്ധമാണ് എന്ന്. അതുപോലെ തന്നെ ഇയാനത്തു താലിബീൻ നിങ്ങൾക്കറിയില്ലേ? ഇയാനത്തു താലിബീനിലും കാണാം സ്ത്രീക്ക് സുന്നത്തൈക്കൽ നിർബന്ധമാണ്, അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്ന്. ഇയാനത്തു താലിബീൻ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഇയാനത്തു താലിബീനിൽ ഒരു വരി പറഞ്ഞുതരാ, എല്ലാവർക്കും അറിയാം എന്താണ്. യുഖാലു ലനാ ഖതീബുൻ സല്ലാബിനൽ ഈദൽ അക്ബർ വല്ലാഹി ഹൈനാ ബിഹി. ഞങ്ങൾക്കൊരു ഖതീബ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ ഉളിയത്തർത്തു, അദ്ദേഹത്തെ ഞങ്ങൾ ഉളിയത്തർത്ത് തിന്നു എന്ന് പറയാം. അതുപോലെ തന്നെ തഹ്ദീബിൽ കാണാം എന്താ പറയുന്നത്, അൽ ഖിതാന വാജിബുൻ റജുലൻ കാന ഉംറാത്ത, സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ് എന്ന്. അതുപോലെ തന്നെ ബഹറുൽ മദ്ഹബ് റുഇയാനി ഇമാമിന്റെ ബഹറുൽ മദ്ഹബിൽ നിന്ന് ഞാൻ വായിച്ചു തരാം. എന്താണ് റുഇയാനി പറയുന്നത്? അൽ ഖിതാന വാജിബുൻ ഫിർ റിജാലി വൻ നിസാ, സുന്നത്തൈക്കൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം പറ ദലീലുന, നമ്മുടെ വാക്ക് എന്താണ്, നമ്മുടെ മദ്ഹബിലുള്ള വാക്ക് എന്താണ്? ദലീലുന എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്ക് തെളിവ് എന്താണ്? ഖൗലുഹു തആല സുമ്മ വഹൈനാ ഇലൈക അൻ തത്തബിഅ മില്ലത ഇബ്രാഹിമ ഹനീഫ എന്ന് പറഞ്ഞ വാക്കാണ്. കണ്ടോ സഹോദരങ്ങളെ നിങ്ങൾ? എന്നിട്ട് അദ്ദേഹം പറയാ വഹാദാ കാന വാജിബൻ ഫീ മില്ലത്തി ഇബ്രാഹിം, ഇത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ ഇത് നിർബന്ധമായിരുന്നു എന്ന് റുയാനി ഇമാം പറയാണ്. അതുപോലെ അദ്ദേഹം പറയുന്നു ഖാല റസൂലുള്ളാഹി റജുലിൻ അൽഖി അൻക ശറൽ കുഫ്രി വഖ്തത്തിൻ, നീ നിന്നിൽ നിന്ന് കുഫറിന്റെ മുടി നീക്കുക, അതുപോലെ സുന്നത്തൈക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധമാണ്, നിർബന്ധം. ഇനി സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇവിടെ ഞാനിപ്പോ ഇമാം നവവിയുടെ ശർഹുൽ മുഅദ്ദബ് വായിച്ചു. അവിടെ എങ്ങനെയുള്ള സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. അതുപോലെ റൗള വായിച്ചു, അതിലും സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. അതുപോലെ ഇബ്നു ഹജറിന്റെ തുഹ്ഫ വായിച്ചു, അതിലും സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. ഇമാം റംലിയുടെ നിഹായ വായിച്ചു, അതിലും സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. ബുജൈരിമി വായിച്ചു, അതിലും സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. അതുപോലെ കല്യൂബി വായിച്ചു, അതിലും ഇതേപോലെ തന്നെ. ഫതുഹുൽ മുഈൻ വായിച്ചു, അതിലും തന്നെ സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ മുഗ്നി, ഖതീബ് ശിർബിയുടെ മുഗ്നി വായിച്ചു, അതിലും സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഇയാനത്തു താലിബീൻ വായിച്ചു, അതിലും സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ തഹ്ദീബിലും വായിച്ചു, സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ ബഹറുൽ മദ്ഹബ് വായിച്ചു, അതിലും സ്ത്രീക്കും പുരുഷനും സുന്നത്തൈക്കൽ നിർബന്ധമാണ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതോടൊപ്പം ഞാൻ ഇനി നിങ്ങളോട് പറയട്ടെ, സുന്നത്ത് കഴിച്ചിട്ടുണ്ടോ, ഈക്കക്കാരും ഏപ്പിക്കാരും സുന്നത്ത് കഴിച്ചിട്ടുണ്ടോ എന്ന വിഷയം നിങ്ങളുടെ തുണി പൊക്കി നോക്കിയിട്ടുണ്ടോ അല്ലേ എന്ന് ഞാൻ ഇപ്പോ കാണിച്ചു തരാം. നിങ്ങളുടെ തുണി പൊക്കിയത് ആരാണെന്ന് ഇപ്പൊ ഞാൻ അറിയിച്ചു തരാം സഹോദരങ്ങളെ. വാദപ്രതിവാദത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്റെ മുമ്പിൽ കുടുങ്ങിയില്ലേ? അശ്ശരി ത്വരീഖത്തിന്റെ വിഷയത്തിൽ ഇമാം അശ്ശരിയുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ് അശ്ശരി ഇമാമിന്റെ ശിഷ്യന്മാരുടെ കിതാബിൽ നിന്നാണ് അശ്ശരി ത്വരീഖത്ത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ? അശ്ശരി ഇമാമിന്റെ കിതാബ് എന്നല്ല, മൂപ്പര ശിഷ്യന്മാരുടെ കിതാബ് എന്നാണ് നല്ലേ നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അശ്ശരി ഇമാമിന്റെ ശിഷ്യന്മാരുടെ കിതാബ് നിങ്ങൾ ഇവിടെ വായിച്ചു വെച്ചല്ലോ. ആരൊക്കെയായിരുന്നു അത്? ഇമാം അശ്ശരി മരണപ്പെട്ട് 867 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആള് ഒരു ശിഷ്യൻ, മറ്റൊരു ശിഷ്യൻ. ഞാൻ പറഞ്ഞു ഇമാം അശ്ശരി മരിച്ചിട്ട് 867 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ആളെങ്ങനെ 867 കൊല്ലം മുമ്പ് മരിച്ച ആളെ ദർസ് പോയി ചേരുകയെന്ന് ചോദിച്ചു ഇല്ലേ? ചോദിച്ചില്ലേ? ഇമാം നവവി ഇമാം അശ്ശരി മരണപ്പെട്ട് 267 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ഇമാം നവവി 267 കൊല്ലം മുമ്പ് മരണപ്പെട്ട ആളുടെ ദർസിൽ എങ്ങനെ പോയി ചേർന്ന് പഠിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചു. മിണ്ടിയോ? റാസി ഇമാമിനെ പറ്റി നിങ്ങൾ പറഞ്ഞു ഇമാം അശ്ശരിന്റെ ശിഷ്യൻ ഇല്ലേ? ഇമാം അശ്ശരി മരണപ്പെട്ട് 200 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ശിഷ്യൻ. ആ 200 കൊല്ലം കഴിഞ്ഞിട്ട് ജനിച്ച ശിഷ്യൻ എങ്ങനെ 200 കൊല്ലം മുമ്പ് മരണപ്പെട്ട ആളുടെ ദർസിൽ പോയി ചേർന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. മിണ്ടിയോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ, വായടപ്പൻ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ അന്തം വിട്ട് ഇതിൽ നിന്ന് ഓടിയ മാന്യന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ന് തന്നെ ഇവിടെ സംവാദം വിജയിച്ചിരിക്കുന്നു. പിന്നെന്താ, പെണ്ണുങ്ങൾക്ക് സുന്നത്ത് കൈയ്യല്ലാണ് കൈകൾ നിർബന്ധമാണെന്ന് ഇബ്നു സാറ സമ്മതിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ ഏപ്പിക്കാരാ, നിന്റെ ഉമ്മാനെയും സഹോദരിയെയും പെങ്ങളെയും ഭാര്യയെയും മകളെയും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുന്നത്ത് കല്യാണം കഴിപ്പിക്കുക. അൽഹംദുലില്ലാ, വാദപ്രതിവാദം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഏകപക്ഷീയമായി അശ്ശരി ത്വരീഖത്തിന്റെ സംവാദം നടന്നപ്പോ നിങ്ങളുടെ കള്ളത്തരം കയ്യോടെ ഞാൻ പിടികൂടിയപ്പോ നട്ടപ്പാതിരക്ക് നിങ്ങൾ വാദപ്രതിവാദം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അൽഹംദുലില്ലാ, മധുര സുന്ദരമായ ഒരു മറുപടി, ഒരു പ്രതികാരം, ഒരു തിരിച്ചടി ഈ സംവാദം ഞാൻ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. എല്ലാ ഏപ്പിക്കാരും കാത്തിരുന്നു കൊള്ളുക. നിങ്ങളുടെ തുണി ഞാൻ പൊക്കി നോക്കിയത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യുക. സംവാദം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു
അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, തുമ്മ അല്ലാഹു അക്ബർ. പെണ്ണുങ്ങൾക്ക് സുന്നത്ത് കല്യാണം കഴിക്കൽ നിർബന്ധമാണെന്ന് ഇബ്നു സാറയും അവന്റെ കിങ്കരന്മാരും ശിങ്കടികളും സമ്മതിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതിലും വലിയൊരാളില്ലല്ലോ. ശംസുൽ ഉലമനെ കാണാൻ വലിയൊരാള് നിങ്ങളെ മുണ്ട് പൊക്കി വെക്കാൻ അള്ളാന്റെ ഭൂമിയിലില്ലല്ലോ. ശംസുൽ ഉലമനെ കാണാൻ വലിയൊരാള് നിങ്ങളുടെ മുണ്ട് പൊക്കി വെക്കാൻ ആളില്ലല്ലോ. ഇതാ ശംസുൽ ഉലമ പറയുന്നു, ഒരൊറ്റ ഏപ്പിക്കാരനും എറണാകുളത്ത് സമ്മേളനം നടത്തിയ ഒരൊറ്റ ഏപ്പിക്കാരനും മുണ്ട് പൊക്കി നോക്കിയ സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ടാവൂല. ഇതാ ഇനി നിങ്ങളും പോയി സുന്നത്ത് കല്യാണം കഴിക്കും. ഇബ്നു സാറിന്റെ സുന്നത്ത് കല്യാണം ആദ്യം കഴിക്ക്, എന്നിട്ട് ബാക്കി അഡ്മിന്മാരും ബാക്കി നിങ്ങളെല്ലാവരും പിന്നെ നിങ്ങളുടെ പെങ്ങന്മാരും ഭാര്യമാരും ഉമ്മമാരും ഒക്കെ സുന്നത്ത് കല്യാണം കഴിച്ചോ. വാദപ്രതിവാദം ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു. അശ്ശരി ത്വരീഖത്തിന്റെ സംവാദം നിങ്ങൾ എന്നോട് ചോദിക്കാതെ നിങ്ങൾ നട്ടപ്പാതിരക്ക് നിർത്തി അവസാനിപ്പിച്ചു പോയെങ്കിൽ അതിനുള്ള മധുര പ്രതികാരം ഇതാ ഇവിടെ അരങ്ങേറിയിരിക്കുന്നു. ഇത് തന്നെയായിരുന്നു ഞാൻ കാത്തിരുന്നത്. നിങ്ങളൊക്കെ വിചാരിച്ചോ ഞങ്ങളൊക്കെ പൊട്ടന്മാരാണ് എന്ന്? കയ്യോടെ നിങ്ങളെ നിരത്തി എറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അപ്പോ മദ്ഹബിന് നേരെ കൊമ്പ് കുലുക്കി വന്ന കാളക്കൂറ്റനെ വരിയുടച്ച് നമ്മളതാ തിരിച്ചയക്കുന്നു. ഞാനിനി ഇല്ല, നിർത്തിയിരിക്കുന്നു. ഇനി ഇവിടെ നിന്നാൽ മൗലവിയുടെ ഹഷ്ഫയും കുൽഫയും ഒക്കെ മുറിഞ്ഞു പോകും എന്ന് മൗലവിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അതാ പോയിരിക്കുന്നു. മൗലവി സാഹിബ് ഇവിടെ പറഞ്ഞത് എന്താ? ആകെ കൂടി പറഞ്ഞു വെച്ചത് ഞങ്ങൾ അത് നിർബന്ധമാണെന്ന് പറയുന്നില്ല എന്നാണ്. ഞാൻ ചോദിച്ചു, എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ഖിത്താൻ ഷാഫി മദ്ഹബിൽ നിർബന്ധമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് എവിടെ മൗലവി ചോദിച്ചു. മൗലവി പറയാ നിർബന്ധമാണെന്ന് മദ്ഹബിലുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ടോന്ന്. ചെയ്യുന്നില്ല എന്ന് മൗലവിക്ക് എവിടുന്ന് കിട്ടി? ചോദിച്ചു. മിണ്ടിയിട്ടില്ല. ഞങ്ങൾ സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ, സുന്നി സ്ത്രീകൾ, മഹിളകൾ അവർ ഖിത്താൻ നടത്തുന്നില്ല എന്ന് മൗലവിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? മൗലവി നുണയാരോപിക്കുന്നു. നുണ വെച്ചു കെട്ടിയിട്ട് ബെടക്കാക്കി തനിക്കാക്കുക എന്ന ഗീബൽസിന്റെ തന്ത്രമാണ് മൗലവി ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മൗലവി ഒരു ഏഴാംകിട നടപടി, ഒരു ഏഴാംകിട ആറാംകൂലികൾ പോലും ചെയ്യാൻ മടിക്കുന്ന ഒരു ഏഴാംകിട തറവേല മൗലവി കാണിക്കുന്നു. എന്താണത്? ബഹുമാന്യനായ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഒരു ക്ലിപ്പ് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവരൊക്കെ ആരാണ്? മല പോലത്തെ പണ്ഡിതന്മാരല്ലേ. ശംസുൽ ഉലമ അവർ വലിയ മഹാനാണ്. തന്റെ ശിഷ്യന്മാരെയോ വത്സല ശിഷ്യന്മാരെ ഗണശിഷ്യഗണങ്ങളെ തന്റെ ആശ്രിത വത്സരെയൊക്കെ ഒരുപക്ഷെ മഹാൻ ശകാരിച്ചേക്കും. അതൊക്കെ സ്വാഭാവികമാണ്. ആ ശകാരിക്കുന്നത് മജാസിയായ പ്രയോഗങ്ങളുമാണ്. അതിവിടെ കൊണ്ടുവന്നിട്ട് എന്താ മഹാൻ പറഞ്ഞത്? അവന്റെയൊക്കെ തുണി പൊക്കി നോക്കിയാൽ അത് മാർക്കം കഴിച്ചിട്ടുണ്ടാകില്ല. അതൊക്കെ മജാസിയായ പ്രയോഗങ്ങൾ. നമ്മൾ പറയാറില്ലേ, നിനക്ക് മനോഹരം ചെയ്യാൻ അറിയില്ലല്ലോ എന്ന് പറയുന്നത് മനോഹരം ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. ലാ തുസ്മിഉ ഇന്നൽ മൗത, മരിച്ചവരെ കേൾപ്പിക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ ഈ സീൽ ചെയ്യപ്പെട്ട ചെവിയും കാതും കണ്ണും ഹൃദയവും ഒക്കെ സീൽ ചെയ്യപ്പെട്ട ഈ ഉമർ മൗലവിയെ പോലെയുള്ളവരെ കേൾപ്പിക്കുകയില്ല, അനുസരിപ്പിക്കുകയില്ല എന്ന് ഖുർആൻ മജാസിയായ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നതുപോലെ ഖുർആനിന്റെ നേർസാക്ഷ്യങ്ങളായ ശംസുൽ ഉലമയെ പോലെയുള്ള പണ്ഡിതന്മാർ അത്തരം പ്രയോഗങ്ങൾ നടത്തി. ആ പ്രയോഗങ്ങളെയാണ് മൗലവി തെളിവായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. നാണമില്ലേ മൗലവി? നിർത്തി വെച്ച് പൊയ്ക്കൂടെ വല്ല ഹല്ലാക്കിലേക്കും? പിന്നെ മൗലവി പറയുന്നത് ഷാഫി മദ്ഹബിൽ എതിരഭിപ്രായങ്ങളുണ്ട് എന്നാണ്. എതിരഭിപ്രായങ്ങളല്ല മൗലവി സാഹിബേ, അത് അഭിപ്രായാന്തരങ്ങളാണ്, വൈജാത്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? റാഫി ഇമാമും മഹാനായ നവി ഇമാമും തമ്മിൽ അഭിപ്രായ ഐക്യമില്ല, എതിര് വന്നിരിക്കുന്നു എന്ന്. ആര് പറഞ്ഞു എതിര് വന്നു എന്ന്? ഇമാം നവവി തങ്ങൾ തന്നെയാണ്. വമിമ്മൻ ഔജബഹു അഹ്മദു വഖാല മാലിക് വഅബൂ ഹനീഫ സുന്നത്തും ഫി ഹഖിൽ ജമീഇ വഹഖാഹു റാഫിഇ വജ്ഹൻ ലനാ എന്ന് പറഞ്ഞത്. എന്താണ്? നവവി ഇമാം തന്നെയാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. മാലിക് റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ എന്നിവർ പറഞ്ഞത് എല്ലാവർക്കും ഖിതാൻ സുന്നത്താണ് എന്നാണ്. നമ്മുടെ മദ്ഹബിലെ ഒരു അഭിപ്രായമായി. എങ്ങനെ? നമ്മുടെ മദ്ഹബിലെ ഒരു അഭിപ്രായമായി റാഫി റളിയല്ലാഹു അൻഹും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അല്ലാഹു അക്ബർ. നമ്മുടെ മദ്ഹബിലെ എന്നാണ് പറയുന്നത്. മനസ്സിലായോ?
وممن أوجبه أحمد وقال مالك وأبو حنيفة سنة في حق الجميع وحكاه الرافعي وجها لنا وحكى وجها ثالثا أنه يجب على الرجل وسنة في المرأة എന്ന് ആരാ പറയുന്നത്? നബവി ഇമാമാണ് പറയുന്നത്. നമ്മുടെ മദ്ഹബിലെ ഒരു അഭിപ്രായം എന്നാണ് പറയുന്നത്. ആ അഭിപ്രായത്തെ മൗലവി സാഹിബ് പറഞ്ഞതുപോലെ തോട്ടിലേക്ക് വലിച്ചെറിയണമെന്നല്ല നബവി ഇമാം പറഞ്ഞിട്ടുള്ളത്, മറിച്ച് ആ അഭിപ്രായവും സ്വീകരിക്കണമെന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ അഭിപ്രായം കൊണ്ടുവരുമോ മൗലവി? അപ്പൊ നബവി ഇമാമും റാഫി ഇമാമിനും ഒക്കെയും ആ അഭിപ്രായമുണ്ട്. അവർ വജ്ഹ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആര് പുറപ്പെടുവിച്ചിട്ടുണ്ട്? മുജ്തഹിദുൽ മദ്ഹബായ റാഫി ഇമാം അത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് മഹാനായ നബവി ഇമാം മറ്റൊരു മുജ്തഹിദുൽ മദ്ഹബായ നബവി ഇമാം അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ട മഹാനായ ഫത്ഹുൽ മുൻ സാഹിബുൽ ഫത്ഹുൽ മുഈൻ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം മഅബരിയിൽ പൊന്നാരി തങ്ങൾ പറയുന്നു. എന്താണ് പറഞ്ഞത്? വഖീല വാജിബുൻ അലർ റജുലി വസുന്നത്തുൻ ലിന്നിസാഇ വനുകില അൻ അക്സറിൽ ഉലമാഇ. അധികരിച്ച പണ്ഡിതന്മാരും പറഞ്ഞത് എന്താണ്? അത് പുരുഷന്മാർക്ക് നിർബന്ധവും സ്ത്രീകൾക്ക് സുന്നത്തുമാണ് എന്നാണ്. അവരെക്കാൾ വലുതാണോ നിങ്ങൾ? ആണോ മൗലവി സാഹിബ്? മറുപടി പറ. മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മഹാനായ ഇബ്നു അസൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി കേരളക്കരയിൽ ഇസ്ലാമിന്റെ വെളിച്ചം വിതറിയ മഹാപണ്ഡിത തേജസ് അവരാണ് പറയുന്നത്. അധികരിച്ച പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് സുന്നത്താണ് എന്ന്. റൗളയിലും മഹാൻ പറഞ്ഞതും മറ്റൊന്നല്ലല്ലോ. വഖീല വാജിബുൻ ഫിർ റിജാലി സുന്നത്തും ഫിൽ മർഅതി വസ്സഹീഹുൽ മഅറൂഫ് ഹുവൽ അവ്വലു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് യാതൊരു സംശയത്തിനും വകയില്ലാതെ കൃത്യമായി ഞങ്ങൾ ഇത് ഷാഫി മദ്ഹബിന്റെ അഭിപ്രായം. മദ്ഹബുകളൊക്കെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഹദീസിൽ നിന്ന് വിധി കണ്ടെത്താൻ ഒരുങ്ങി പുറപ്പെട്ട ഈ മൗലവിയോട് നമ്മൾ ചോദിച്ചു, ഓ മൗലവി കാണിച്ചു തരൂ, ഖിത്താൻ സുന്നത്താണോ, നിർബന്ധമാണോ, വാജിബാണോ, ഖിലാഫുൽ ഔലയാണോ, കറാഹത്താണോ നിങ്ങളുടെ മതത്തിൽ എന്ന് ചോദിച്ചിട്ട് മൗലവി കാമിണ്ടിയിട്ടില്ല. ആൺകുട്ടിയാണെങ്കിൽ ദക്കർ എന്ന് പറയുന്ന സാധനം മുന്നിൽ തൂങ്ങിക്കിടക്കുന്നുവെങ്കിൽ മൈക്കെടുത്ത് മറുപടി പറ മൗലവി. അവസരം വരുമ്പോ പറ. എന്താ പറയേണ്ടത്? ഞങ്ങളുടെ മതത്തിൽ, ഞങ്ങളുടെ മുജാഹിദ് മതത്തിൽ ഖിത്താൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിധി ഇന്നതാണ്. ഇത് മദ്ഹബിന്റെ പണ്ഡിതന്മാരെ വെച്ചുകൊണ്ടല്ല പറയേണ്ടത്, ആയത്തും ഹദീസും വെച്ചുകൊണ്ട് പറയാൻ മുജാഹിദിൽ ഉമ്മ പെറ്റ മക്കളുണ്ടോ എന്ന ഞങ്ങളുടെ ചോദ്യം ഇവിടെ പ്രതിധ്വനിച്ചു കൊണ്ടിരിക്കുന്നു. എന്താ മൗലവി, നിങ്ങൾക്കിപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയോ? എന്നാൽ മദ്ഹബുകളെ തോട്ടിലേക്ക് വലിച്ചെറിയണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാ മൗലവി സാഹിബെ, ഞങ്ങളുടെ നേതാക്കൾ ഇമാം സ്വാവി തങ്ങൾ പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? വലാ യജൂസു തഖ്ലീദു മാ അദൽ മദാഹിബൽ അർബഅത. നാലാലൊരു മദ്ഹബിൽ നിന്ന് പുറത്തു പോകൽ അനുവദനീയമല്ല. വലോ വാഫഖ ഖൗല സ്വഹാബത്തി വൽ ഹദീസ സ്വഹീഹ വൽ ആയത. അത് യോജിച്ചാലും ശരി, നാലാലൊരു മദ്ഹബിൽ നിന്ന് പുറത്തു കടന്ന് സ്വഹാബത്തിന്റെ നിലപാടുകളോടോ അല്ലെങ്കിൽ ആയത്തുകളോടോ അല്ലെങ്കിൽ ഹദീസുകളോടോ അത് യോജിച്ചാലും ഫൽ ഖാരിജു അനിൽ മദാഹിബിൽ അർബഅതി ളാലുൻ മുദില്ലുൻ. അല്ലാഹു അക്ബർ. അതേ, നാലാലൊരു മദ്ഹബിൽ നിന്ന് പുറത്തു കടക്കുന്നവൻ ആരാകും? ഉമർ ഫൈസിയാകും. നാലാലൊരു മദ്ഹബിൽ നിന്ന് പുറത്തു കടക്കുന്നവൻ ആരാണെന്നാണ് സ്വാമിമാമ് പറയുന്നത്? ഉമർ ഫൈസിയാകും. അവൻ ലാലും മുദല്ലുമാകുമെന്നാണ് പറയുന്നത്. വറുബമ അദ്ദാഹു ദാലിക ലിൽ കുഫ്രി. അത് കുഫറിലേക്ക് വരെ കൂട്ടിയേക്കാം. ഉമർ ഫൈസി ഇന്ന് എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ടേക്ക് നിങ്ങളെ കൂട്ടിയേക്കാമെന്നാണ് മഹാനായ ഇമാം സ്വാവി തങ്ങൾ പറയുന്നത്. ജലാലൈനിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാൻ ലിയന്നൽ അഖ്ദ ബിളവാഹിൽ കിതാബി വസ്സുന്നതി മിൻ ഉസൂലിൽ കുഫ്രി. അത് കുഫറിന്റെ അടിസ്ഥാന കാരണങ്ങളിൽപ്പെട്ടതാണ്. ലാഹിനെ പിടിക്കൽ സുന്നത്ത് ഹദീസിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മുടെ ഉമർ ഫൈസ് ചെയ്യുന്ന പരിപാടി കുഫറിന്റെ അടിസ്ഥാന കാരണങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് പറയുന്നത് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇമാം സ്വാവി റളിയല്ലാഹു. നിങ്ങൾ നോക്കൂ, മൗലവി സാഹിബ് ആകെ ഭയചകിതനായി പോയി. നമ്മൾ തെളിവിന്റെ മാലപ്പടക്കം സൃഷ്ടിച്ചപ്പോ മൗലവിയുടെ വാറോലകളെ നമ്മൾ പ്രമാണം കൊണ്ട് നേരിട്ടപ്പോ മൗലവി ഉൾക്കിടിലത്തോടുകൂടി പേടിച്ചരണ്ടുപോയി. ഞാനില്ലേ, ഇനി സംവാദത്തിന് വിളിക്കല്ലേ, ഞാനിതാ നിർത്തിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷണ്ഡന്മാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ, ഹിജടകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ മൗലവി സാഹിബ് ഇവിടെ നടത്തിയ പിന്മടക്കം അത് അഹ്ലുസുന്നയുടെ വിജയമാണ്, അഹ്ലുസുന്നയുടെ ആധികാരിക വിജയമാണ്. അതുകൊണ്ട് മൗലവി, നിങ്ങൾ
നിങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന മദ്ഹബ്, ആ മദ്ഹബിന്റെ പുറത്തായിരുന്നു നിങ്ങളുടെ നേതാവായി നിങ്ങൾ ഗണിക്കുന്ന ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിന്റെ സിയാനത്തുൽ ഇൻസാനിൽ അദ്ദേഹം പറഞ്ഞത് വായിച്ചു പഠിച്ചോ സമയം കിട്ടുമ്പോ. വനഹനു അയ്ളൻ ഫിൽ ഫുറൂഇ അലാ മദ്ഹബിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഫുറൂഇന്റെ വിഷയത്തിൽ ഞങ്ങൾ ഹംബലി മദ്ഹബിലാണ് ഞങ്ങൾ ഉള്ളത് എന്നാണ് പറഞ്ഞത്. വലാ നുൻകിറു അലാ മൻ ഖല്ലദ അഹദൽ അർബഅതി ദൂന ഗൈരിഹിം, 4 മദ്ഹബുകളിൽ നിന്ന് ഒന്നിനെ തഖ്ലീദ് ചെയ്യുന്ന ഒരാളെയും ഞങ്ങൾ എതിർക്കുകയില്ല. സുന്നികളെ എതിർക്കാൻ നിങ്ങൾക്ക് വകുപ്പില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ നേതാവാണ് സുഹൃത്തേ. പിന്നെയോ ചതുർമദ്ഹബുകളല്ലാത്തവ ക്രോഡീകൃതമാക്കാത്ത കാരണത്താലെന്ന് അദ്ദേഹം പറയുന്നു. ഇനിയോ ഫലാ നുഖിറു അലാ ശൈഇൻ മിൻ മദാഹിബിഹിമിൽ ഫാസിദ, അദ്ദേഹം പറയുന്നത് അതിനാൽ 4 മദ്ഹബിന് പുറത്തുള്ള അവരുടെ ഫാസിദായ ഒരൊറ്റ മദ്ഹബും നാം അംഗീകരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഉമർ ഫൈസിയെ ഞെരട്ടി തോട്ടിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയാൻ പറയുന്നത്, മുജാഹിദുകളോട് പറയുന്നത് നിങ്ങളുടെ നേതാവായ നിങ്ങളുടെ താത്വികാചാര്യനായ ഇബ്നു അബ്ദുൽ വഹാബാണ് കേട്ടോ. ബൽ നുജ്ബിറുഹും അലാ തഖ്ലീദി അഹദിൽ അഇമ്മത്തി, എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അവരൊക്കെ 4 ഇമാമിനെ തഖ്ലീദ് ചെയ്യാൻ നാം നിർബന്ധിക്കുമെന്നാണ്. ഉമർ ഫൈസിയെ പോലെയുള്ളവരെ കാണുമ്പോൾ ഇദ്ദേഹം പറയും, നിങ്ങൾ 4 മദ്ഹബ് സ്വീകരിക്കൂ. ഏത്? ഇമാം ഷാഫിയുടെയോ അബൂ ഹനീഫ ഇമാമിന്റെയോ മറ്റു 2 മഹാന്മാരുടെയൊക്കെ മദ്ഹബ് സ്വീകരിക്കാൻ നിർബന്ധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെയോ വലാ നസ്തഹിഖു മർതബത്തിൽ ഇജ്തിഹാദിൽ മുത്ലഖ് വലാ അഹ്ദുൽ ലദീനാ യദ്ഇഹാ, മുജ്തഹിദ് മുത്ലഖിന്റെ ഇജ്തിഹാദിന്റെ സ്ഥാനം നാം അർഹിക്കുന്നില്ല. ആ സ്ഥാനത്തിന് വാദിക്കുന്ന ഒരാളും നമ്മുടെ കൂട്ടത്തിലും ഇല്ല. പറയുന്നത് ഈ ഉമർ ഫൈസിയുടെ താത്വികാചാര്യനായി ഇയാൾ ഗണിക്കുന്ന അബ്ദുൽ വഹാബ്. എന്തെങ്ങൾക്ക് പറയാനുള്ളത്? സഹോദരന്മാരെ, ഇവര് പറയുന്ന ഞൊണ്ടി ന്യായം എന്താണ്? മദ്ഹബിനെ തഖ്ലീദ് ചെയ്യാതിരിക്കാൻ, മദ്ഹബിനെ ഫോളോ ചെയ്യാൻ പാടുള്ളതല്ല, ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും അമലെടുക്കണമെന്ന് പറയുന്ന ഈ സ്വതന്ത്ര മുജ്തഹിദുകളുടെ വാദം എന്താണെന്നറിയുമോ? അവര് പറയുന്നത് 4 മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല എന്നതിന് ന്യായമായി അവർ കൊണ്ടുവരുന്നത് മദ്ഹബിന്റെ ഇമാമുകൾക്കൊന്നും ഹദീസ് തിരിഞ്ഞിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നാണ്. മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷമാണ് ഇമാം ബുഖാരിയും സിഹാഹു സിത്തയുടെ കർത്താക്കളുമൊക്കെ ഹദീസുകൾ ക്രോഡീകരിച്ചത് എന്ന ഞൊണ്ടി ന്യായമാണ് ഇവർ പറയാറ്. എന്നാൽ ഇവരുടെ ആശയ സ്രോതസ്സായി ഇവർ പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ തന്റെ റഫ്ഉൽ മലാം അനിൽ അഇമ്മത്തിൽ അലാം വായിച്ചോ. വലാ യഖൂലന്ന ഖായിലുൻ അൽ അഹാദീസു ഖദ് ദുവിരത് വജുമിഅത് فخفاؤها والحال هذه بعيد لأن هذه الدواوين المشهورة في السنن إنما جمعت بعد الانقراض للأئمة المطبوعين، ومع هذا فلا يجوز أن يدعى انحصار حديث رسول الله صلى الله عليه وسلم في دواوين معينة. ثم لو فرض انحصار حديث رسول الله صلى الله عليه وسلم فليس كل ما في الكتب يعلمه العالم ولا يكاد ذلك يحصل لأحد، بل قد يكون عند الرجل الدواوين അൽകസീറത്തു വഹുവ ലാ യുഹീതു ബിമാ ഫീഹാ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ശരിക്കല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ മൗലവിമാരെ. ബലില്ലദീന കാനൂ ഖബല ജംഇ ഹാദിഹി ദവാവീനി അഅലമു ബിസ്സുന്നതി മിനൽ മുതഅഖിരീന ബികസീരിൻ ലിഅന്ന കസീറൻ മിമ്മാ ബലഗഹും വസഹ ഇൻദഹും ഖദ് ലാ യബ്ലുഗുനാ ഇല്ലാ അൻ മജ്ഹൂലിൻ. ഈ രചനകൾ നടക്കുന്നതിന്റെ മുമ്പുള്ളവർ, അഥവാ സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹുൽ മുസ്ലിമും ഒക്കെ രൂപീകരിക്കപ്പെടുന്നതിന്റെ അല്ലെങ്കിൽ ക്രോഡീകരിക്കപ്പെടുന്നതിന്റെ മുമ്പുള്ളവർ പിൽക്കാലത്തുള്ളവരെക്കാൾ ഹദീസ് പരിജ്ഞാനികളായിരുന്നു. പൂർവ്വസൂരികളായ പണ്ഡിതർക്ക് ലഭ്യമാവുകയും അവർ സ്വീകരിക്കുകയും ചെയ്ത ഹദീസുകളിൽ പലതും പിൽക്കാലത്തുള്ളവർക്ക് യോഗ്യായോഗ്യതകൾ അറിയപ്പെടാത്ത വ്യക്തിത്വ മജ്ഹൂൽ മുഖേനയോ, എന്നിട്ട് അദ്ദേഹം ഔ ബി ഇസ്നാദിൻ മുൻഖത്തിഇൻ, മുറിഞ്ഞുപോയ പരമ്പര വഴിയോ അല്ലാതെ ലഭിച്ചില്ലെന്ന് വരാം. ഔ ലാ യബ്ലുഗുനാ ബിൽ കുല്ലിയത്തി, ഒരു പക്ഷേ ഹദീസുകൾ ഒരു വിധത്തിലും ലഭ്യമായില്ലെന്നും വരാം. എന്നിട്ട് അദ്ദേഹം പറയുന്നതോ ഫക്കാനത്ത് ദവാവീനഹും സുദൂറഹും, കാരണം അക്കാലത്തുള്ള അവരാ രചനകൾ ഉള്ളതിന്റെ 10 മടങ്ങ് അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. പൂർവ്വസൂരികളുടെ ക്രോഡീകരണങ്ങൾ ഹൃദയത്തിലായിരുന്നു. അല്ലത്തി തഹവി അൽആഫ മാ ഫിൽ ദവാവീനി വഹാദാ അംറുൻ ലാ യശുക്കു ഫീഹി മൻ അലിമൽ ഖളിയത. ഉമർ ഫൈസിയെ പോലെയുള്ള ജാഹിൽ മുറക്കബുകളല്ലാതെ അതിനെ എതിർക്കുകയില്ല, അതിനെ സംശയിക്കുകയില്ല എന്ന് പറയുന്നു.
പറയുന്നത് റഫ്ഉൽ മലാമനിൽ അഇമ്മത്തിൽ അഅ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു തൈമിയ്യയാണ് മദ്ഹബിനെ തള്ളിക്കളയുന്ന മുജാഹിദുകളെ സ്വീകരിക്കൂ, എല്ലാ വിഷയത്തിലും മദ്ഹബാണ് നിങ്ങൾക്ക് കരണീയമായിട്ടുള്ളത്, പരിഹാരമായിട്ടുള്ളത് എന്ന് പറയുന്നു. മുഴുവൻ സത്യാന്വേഷികളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: മദ്ഹബിനെ മാറ്റിവെച്ചുകൊണ്ടൊരു മതമില്ല. മദ്ഹബില്ലാതെ മതം പൂർണ്ണമല്ല. മതം എന്ന് പറയുന്നത് മദ്ഹബ് തന്നെയാണ്. അത് തന്നെയാണ് ലോകത്തുള്ള സകല മഹാന്മാരും പഠിപ്പിച്ചത്. തർശീഹിന്റെ ആമുഖം എടുത്തു നോക്ക്, അവിടെ പറഞ്ഞു ഹിജ്റ 6-ാം നൂറ്റാണ്ടോടുകൂടി സ്വതന്ത്ര മുജ്തഹിദ് എന്ന് പറയുന്ന ആശയം മറ്റുപോയി. 4 മദ്ഹബുകൾക്ക് ശേഷം ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു മുജ്തഹിദ് മുത്ലഖായി വാദിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. ആരാണ് ഇമാം ത്വബരി റളിയല്ലാഹു അൻഹു? വലിയ മുഫസ്സിറല്ലേ. അതുകൊണ്ട് മദ്ഹബിനെ പിൻപറ്റുക. ഞങ്ങൾ ഇവിടെ പല കാര്യങ്ങളും ചോദിച്ചു. മനുഷ്യപ്പട്ടിയെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചു, അവയവദാനത്തെക്കുറിച്ച് ചോദിച്ചു, രക്തദാനത്തെക്കുറിച്ച് ചോദിച്ചു, ക്ലോണിങ്ങിനെ കുറിച്ച് ചോദിച്ചു, വാടക ഗർഭപാത്രത്തെ കുറിച്ച് ചോദിച്ചു. ഒന്നിനും മറുപടിയില്ല. പറമ്പിൽ വളരുന്ന വൃക്ഷത്തൈ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് നീണ്ടാൽ അവിടെ വളരുന്ന 2ാമത്തെ തൈയുടെ ഉടമസ്ഥനാര്? ആ പറമ്പിലുള്ളവന് വാടക കൊടുക്കണമോ, അതല്ല അത് അവന്റെ ഉടമസ്ഥയിലുള്ളതാണോ? ഹദീസുമായത്തും വെച്ച് മറുപടി പറയാൻ ചങ്കൂറ്റമുള്ള മുജാഹിദുകൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഒരറ്റെണ്ണം അനങ്ങിയില്ല. മൗലവിയുടെ നാവിറങ്ങിപ്പോയി. മൗലവി പിന്നെ പ്രലഭനങ്ങളിൽ അഭിരമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തെളിവുകളില്ല മൗലവിയുടെ കയ്യിൽ ആകെയുള്ളത്. അതെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പെണ്ണുങ്ങൾ അടിപ്പാവാട ഇടിപ്പിച്ചത് മുജാഹിദുകളാണ് എന്നാണ്. പെണ്ണുങ്ങളൊക്കെ അടിപ്പാവാട ഇട്ടിരുന്നില്ല എന്ന് അയാൾക്ക് എവിടുന്ന് വിവരം കിട്ടിയെന്ന് ആരും ചോദിക്കരുത്. കഥയിൽ ചോദ്യമില്ല. അതുപോലെ ഈ മൗലവിയും പറഞ്ഞ് കേരളത്തിലെ സുന്നി പെണ്ണുങ്ങൾ ഖിത്താൻ നടത്തുന്നില്ല എന്ന്. ഞങ്ങൾ ചോദിച്ചു, ആരാ മൗലവി പറഞ്ഞത്? മിണ്ടാട്ടില്ല. മൗലവിക്ക് തെളിവിന്റെ ഒരു കഷ്ണം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ മദ്ഹബിന്റെ നിലപാട് കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തി, നിർബന്ധമാണ് എന്ന് തന്നെയാണ്. എന്നാൽ അക്സറുൽ ഉലമാഇ, ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? അത് സുന്നത്താണ്. ആരാ പഠിപ്പിച്ചത്? മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ കിരണങ്ങൾ, ചന്ദ്രശോഭയാർന്ന കിരണങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ പരത്തിയ മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ലോകത്തെ എല്ലാ കാംബ്രിഡ്ജിലടക്കം സിംഗപ്പൂരിലും മലേഷ്യയിലും അടക്കം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെട്ട ഫത്ഹുൽ മുഈനാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ മുജാഹിദിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം. മൗലവി പരാജയപ്പെട്ട് പിന്മടങ്ങിയിരിക്കുന്നു. അല്ലാഹു അക്ബർ. ഖിത്താൻ സംവാദത്തിൽ ഖുൽഫ മുറിഞ്ഞ മൗലവിയെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളതാ ആധികാരികമായ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് തന്നെ മൗലവിയെ കടമുഴക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളോട് അവസാനം പറയാനുള്ളത്, സത്യാന്വേഷികളെ വലാ യജൂസു تقليد ما عدا المذاهب الأربعة ولو وافق قول الصحابة والحديث الصحيح والآية فالخارج عن المذاهب الأربعة ضال مضل وربما أداه ذلك للكفر لأن الأخذ بظواهر الكتاب والسنة من أصول الكفر. وآخر دعوانا الحمد لله رب العالمين. جاء الحق وزهق الباطل إن الباطل كان زهوقا. الله أكبر. ഈ സംവാദവും സുന്നികൾ പാട്ടും പാടി വിജയിച്ചു മഹാന്മാരുടെ കറാം. അശ്അരി ത്വരീഖത്തിന്റെ വിഷയത്തിൽ മൗലവിക്ക് സംഭവിച്ച അതേ പരാജയം ഖിത്താൻ വിഷയത്തിലും മൗലവിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഖിത്താൻ അത് പെണ്ണുങ്ങൾ ചെയ്യുന്നില്ല എന്നയാൾ കണ്ണടച്ച് വെടിവെച്ചപ്പോ നമ്മൾ ചോദിച്ചു, ആരാ നിങ്ങളോടത് പറഞ്ഞത്? അത് രഹസ്യമാക്കി വെക്കണമെന്നല്ലേ മതത്തിന്റെ താല്പര്യം? എന്നല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്, മദ്ഹബ് പഠിപ്പിച്ചത്? സ്ത്രീകളുടെ രഹസ്യമാക്കി വെക്കണം. നിങ്ങളോട് ഇതാരാണ് പറഞ്ഞത്? അത് മൗലവിയുടെ പഴയ സ്വഭാവം പറഞ്ഞതാണ്. പണ്ട് ദർസിലോ മറ്റോ എവിടെയൊക്കെയോ ഓടിപ്പടിക്കാൻ പോയപ്പോ അയാളുടെ സ്വഭാവം അതൊക്കെയായിരുന്നു. ഏത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലേ എന്നൊക്കെ അന്വേഷിക്കുന്ന സ്വഭാവമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതെങ്ങനെ അറിയും? സുന്നി സ്ത്രീകൾ ഖിത്താൻ നടത്തിയിട്ടില്ല എന്നൊരാൾക്ക് ആത്മവിശ്വാസത്തോടെ പറയണമെങ്കിൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അയാൾ അത് പറയണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ സ്ഥിതിവിവരക്കണക്ക് ഉണ്ടാകണം. സ്ഥിതിവിവരക്കണക്ക് ഇല്ലെങ്കിൽ ഇപ്പൊ അയാൾക്ക് ആ അനുഭവങ്ങൾ ഉണ്ടാകണം. ഏത് ഞാൻ പറയണ്ടല്ലോ, ഈ സദസ്സ് ഒരു വിദ്വൻ സദസ്സാണ്. അപ്പൊ ആ വിദ്വൻ സദസ്സൊക്കെ പരുത്തി പറയേണ്ട ആവശ്യമില്ല, ബുദ്ധിയുള്ളവർക്കൊക്കെ തിരിയും. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവം ഏത് സ്വഭാവം? വണ്ടിന്റെ സ്വഭാവം ഉണ്ടല്ലോ. വണ്ടിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാം.
തേൻ വെച്ചു കൊടുത്താലും തേനിലേക്ക് വണ്ട് വരൂല. പിന്നെ എങ്ങോട്ടാ വണ്ട് പോവുക? മലത്തിലേക്കാ പോവുക. അപ്പൊ ആ സ്വഭാവം പണ്ട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ നമ്മളൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ചോദിച്ചു, വെല്ലുവിളിച്ചു, എവിടെയാ മൗലവി, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എവിടെയാ, നിർബന്ധമല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എവിടെയാ ചോദിച്ചു. മിണ്ടിയില്ല. എന്നാലോ ഷാഫി മദ്ഹബിലെ പ്രബലരായ പണ്ഡിതന്മാർ ധാരാളം അക്സറുൽ ഉലമാ പറഞ്ഞിട്ടുള്ളത് എന്താണ്? സുന്നത്താണ് എന്നാകുന്നു. രണ്ടഭിപ്രായവും മദ്ഹബിന്റേതാകുന്നു. ഒന്ന് മശ്ഹൂറാണ്, മറ്റൊന്ന് മശ്ഹൂറല്ല, ശാദ്ദാണ്. അത്രേ വ്യത്യാസമുള്ളൂ എന്ന് നബി ഇമാമും പറഞ്ഞു, റാഫി ഇമാമും പറഞ്ഞു. അതുപോലെ നമ്മുടെ മദ്ഹബിലെ പ്രബലനായ ശൈഖ് സൈനുദ്ദീൻ മക്തൂം തങ്ങളും പറഞ്ഞു. പിന്നെ ഈ വിഷയത്തിന് ഇനി എന്താണ് സംശയിക്കാനുള്ളത്? നിർബന്ധമാണെന്നുണ്ട്, സുന്നത്താണ് എന്നും ഉണ്ട്. രണ്ടഭിപ്രായങ്ങളും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന അഭിപ്രായങ്ങളാണ്. അതിലൊന്നും ഒരു സംശയവും ഇല്ല. മൗലവി സാഹിബ് കാലിടറിപ്പോ മൗലവി പറഞ്ഞു, ഞാനില്ല, നിർത്തി, ഞാൻ പോയണേ, ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കരുതേ, ഞാൻ സംവാദം നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ബീരുവിനെ പോലെ ഓടിക്കളഞ്ഞ മൗലവിയാണ്. എന്നാൽ നമ്മൾ ഒരാളെയും തള്ളിയിട്ടില്ല, നമ്മളെല്ലാ മഹാന്മാരെയും സ്വീകരിക്കുന്നു. എന്നിട്ട് മൗലവി ഒരു തറവേല കാണിക്കാൻ ശ്രമിച്ചു, ഒരു തറവേല ഒപ്പിക്കാൻ ശ്രമിച്ചു. മഹാനായ ശംസുൽ ഉലമയെ കൊണ്ടുവന്നിട്ട് സുന്നികൾക്കെതിരെ തിരിക്കാമെന്ന് അയാൾ സ്വപ്നം നടിച്ചു, സ്വപ്നം കണ്ടുപോയി, ദിവാസ്വപ്നം കണ്ടു. ആ ദിവാസ്വപ്നവും നമ്മൾ കശക്കിയെറിഞ്ഞു. മഹാനായ ശംസുൽ ഉലമ മജാസിയായ ഒരു പ്രയോഗം നടത്തി. ആ പ്രയോഗം ഇയാളുടെ ഈ വിദണ്ഡവാദത്തെ സാധൂകരിക്കുമെന്ന് അയാൾ നിരച്ചുപോയി. അത് ഞങ്ങൾ ആവർത്തിക്കുന്നു. സകല മുജാഹിദുകളോടും ഞങ്ങൾ ചോദിക്കുന്നു, ഖിത്താൻ വിഷയത്തിൽ മുജാഹിദുകളെ നിങ്ങളുടെ നിലപാട് എന്ത്? ഞങ്ങളുടെ നിലപാട് കൃത്യമായി ഞങ്ങൾ ഷാഫി മദ്ഹബ് വെച്ച് തെളിയിച്ചു. ഇനി നിങ്ങളുടെ നിലപാട് എന്ത്? മദ്ഹബ് വേണ്ട എന്ന് പറയുന്നവരാണ് നിങ്ങൾ, ലാ മദ്ഹബിയാണ് നിങ്ങൾ, മദ്ഹബിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയൂ എന്ന് പറയുന്നവരാണ് നിങ്ങൾ, മദ്ഹബിനെ അന്ധമായി ഫോളോ ചെയ്യുന്നവർ ലാലും മുതലുമാണെന്ന് പറയുന്നവരാണ് നിങ്ങൾ. നിങ്ങളോട്, നിങ്ങളുടെ പുരോഹിതരോട് ഞങ്ങൾ ചോദിക്കുന്നു, ഖിതാൻ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്, വിധി എന്ത്? സുന്നത്ത് എന്നാണോ, നിർബന്ധം എന്നാണോ, കറാഹത്ത് എന്നാണോ, ഖിലാഫുൽ ഔല എന്നാണോ? എന്താ വിധി? ഇങ്ങോട്ട് പറ. എന്തേ പറയാത്തെ? അതുപോലെ നിരവധി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു. മദ്ഹബിന്റെ വിഷയത്തിൽ നിങ്ങൾ മദ്ഹബ് പിൻപറ്റാത്തവരാണെന്നിരിക്കെ ഞങ്ങൾ പല കാര്യങ്ങളും മനുഷ്യപ്പട്ടിയുടെ വിഷയത്തിൽ എന്താണ് വിധി? ഒരു മൃഗം മനുഷ്യനെ പ്രസവിച്ചാൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ വിവിധാവയവങ്ങളിൽ ഹറാമായ തൊട്ടാൽ മുറിയുന്ന സ്ത്രീകളുടെ അവയവം വെച്ച് പിടിപ്പിച്ചാൽ എന്താണ് വിധി? അതുപോലെ ഔറത്തിന്റെ ഭാഗം വെച്ച് പിടിപ്പിച്ചാൽ, വധുവിന്റെ അവയവങ്ങളിൽ ഔറത്തിന്റെ ഭാഗങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ എന്താണ് വിധി? അതുപോലെ നമ്മുടെ പറമ്പിൽ വളരുന്ന മരം തൊട്ടപ്പുറത്തേക്ക് നീണ്ടാൽ ആ മരത്തിന്റെ വിധി എന്ത്? അതിന്റെ ഉടമസ്ഥനാര്? അപ്പുറത്തേക്ക് വളർന്നതിന് നമ്മൾ വാടക കൊടുക്കേണ്ടതുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ വിധികൾ ചോദിച്ചു. രക്തദാനത്തിന്റെ വിധി ചോദിച്ചു, മിണ്ടിയിട്ടില്ല. അവയവദാനം ചോദിച്ചു, മിണ്ടിയിട്ടില്ല. മരിച്ച ഒരാൾ തിരിച്ചു ജീവിച്ചു വന്നാൽ എന്താണ് നിങ്ങളുടെ വിധി ചോദിച്ചു. മദ്ഹബ് വിരോധികളെ, മദ്ഹബിനെ തകർക്കുന്ന, മദ്ഹബിനെതിരെ സംസാരിക്കുന്ന, മദ്ഹബിനെതിരെ വില്ലുകുലക്കുന്ന മുജാഹിദുകളെ, നിങ്ങളിൽ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിന് മറുപടി പറയുക. എത്ര ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത്. ആധുനികമായ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം മദ്ഹബ് മാത്രമാണ്. മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളാണ് അതിനൊക്കെ പരിഹാരം. ക്ലോണിങ്ങിന്റെ വിഷയമാണോ? തുഹഫ എടുത്തു നോക്കൂ, മുഴുവൻ ക്ലോണിങ്ങിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. അവയവദാനം എടുത്തു നോക്കൂ, തുഹഫ. അതുപോലെ രക്തക്കൈമാറ്റം, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എടുത്തു നോക്കൂ, ഫത്വൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ. ഞങ്ങളുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും സമകാലികമായ സകല പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട്. നെറ്റ്വർക്ക് ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്കറിയേണ്ടതുണ്ടോ? മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കുക, അവിടെ പ്രതിവിധികളുണ്ട്. സകല പ്രശ്നങ്ങൾക്കും അവിടെ പ്രതിവിധിയുണ്ട്. പ്രതിവിധിയില്ലാത്തൊരു വിഷയവുമില്ല. ഈ അവസാന കാലം വരെയും മുസ്ലിം ലോകത്ത് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള, മനുഷ്യകുലത്തിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള സകല പ്രശ്നങ്ങൾക്കും അവിടെ ഉത്തമ വിധികളുണ്ട്, പ്രതിവിധികളുണ്ട്, ഒറ്റമൂലികൾ ഉണ്ട്. വല്ലാഹി വല്ലാഹി വല്ലാഹി, അതിലൊരു സംശയവും വേണ്ട. നാം മുജാഹിദിന്റെ പ്രമാണങ്ങൾ എന്താണുള്ളതെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഖിത്താൻ വിഷയത്തിൽ